ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2-ലെ ബ്ലോക്ക് 3-ലെ 8 യൂണിറ്റ് 8ാമത്തെ യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര് നോക്കൂ, ദളിത് പെർസ്പെക്റ്റീവ്. അതായത് ദളിത് കാഴ്ചപ്പാടുകൾ. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് എന്ന ഈ 8ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ദളിതരുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അവർ അനുഭവിച്ച പല ഇഷ്യൂസുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രഡക്ഷൻ, പൊതുവേ ടീച്ചർ എല്ലാ യൂണിറ്റിൻ്റെയും ഇൻട്രഡക്ഷൻ അങ്ങനെ തരാറില്ല, മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാറാണുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ചാപ്റ്റർ ദളിത് പെർസ്പെക്റ്റീവ് എന്ന ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മാത്രമല്ല അതിൻ്റെ ഇൻട്രഡക്ഷനിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ ആ ഇൻട്രഡക്ഷനും കൂടി അവിടെ എഴുതിയിട്ടിട്ട് ടോപ്പിക്കിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ദളിത് പെർസ്പെക്റ്റീവ് എന്ന ഈ യൂണിറ്റിൻ്റെ ഇൻട്രഡക്ഷനിലേക്ക് നോക്കാം. The Hindu social order traditionally consists of 4 varnas: Brahmin, Kshatriya, Vaishya and Shudra, while a 5th group. അതായത് ഹിന്ദു സാമൂഹിക വ്യവസ്ഥ പരമ്പരാഗതമായി ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 വർണ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തായിട്ട് കണക്കാക്കപ്പെടുന്ന 5ാമത്തെ വിഭാഗത്തെ തൊട്ടുകൂടാത്തവർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം എന്താ ഇവിടെ പറയുന്നത്? The Hindu social order traditionally consists of 4 varnas. ഹിന്ദു സാമൂഹിക വ്യവസ്ഥ പരമ്പരാഗതമായി 4 വർണ്ണങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ബ്രാഹ്മണാസ്, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. വൈൽ എ 5th ഗ്രൂപ്പ്, ഒരു 5ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരാണ്? എക്സ്ക്ലൂഡഡ് ഫ്രം ദ വർണ്ണ സിസ്റ്റം വാസ് ട്രീറ്റഡ് ആസ് അപ്രഷ്യ. ഇവിടെ FH സൈലൻ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യണം കേട്ടോ. അപ്രഷ്യ എന്നേ പറയൂ, പക്ഷെ FH നമ്മൾ ഇടും വേണം. അപ്രഷ്യ പറഞ്ഞാൽ അൺടച്ചബിൾ. അതായത് വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തായി കണക്കാക്കപ്പെടുന്ന, വർണ്ണ സിസ്റ്റത്തിന് പുറത്തായി കണക്കാക്കപ്പെടുന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവർ അഥവാ അപ്രഷ്യ എന്നാണ്, അസ്പൃശ്യർ എന്നൊക്കെ പറയും, അഥവാ അപ്രഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള 5ാമത്തെ ഗ്രൂപ്പാണ് ആര്? അൺടച്ചബിൾ അഥവാ അപ്രഷ്യ. ഈ അപ്രഷ്യ എന്ന് പറയുന്നവരാണ് അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവർ. അത് ജാതി സിസ്റ്റത്തിലെ 5ാമത്തെ സിസ്റ്റമായിട്ടാണ്, വർണ്ണ സിസ്റ്റത്തിലെ 5ാമത്തെ കാറ്റഗറി ആയിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവരായിട്ട് അറിയപ്പെടുന്നത്. അവരാണ് ദളിത് വിഭാഗം. This community were known as various caste and regional names such as അതേപോലെ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടവർ ആരൊക്കെയാണുള്ളത്? ഇവിടെ ചമാർ, അതേപോലെ തന്നെ മഹർ, മാല, മതിക, പുലയ, ചക്ലിയർ തുടങ്ങിയ പല ജാതി പ്രാദേശിക പേരുകളിൽ അറിയപ്പെട്ടു. ഇവരെയാണ് എന്തായിട്ട് അറിയപ്പെട്ടത്? അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവർ അഥവാ ദളിത് വിഭാഗം എന്ന് അറിയപ്പെട്ടത്. സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അവർ സാമൂഹിക ബഹിഷ്കരണവും അതേപോലെ തന്നെ വിവേചനവും അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ വർണ്ണ സിസ്റ്റത്തിലെ 5ാമത്തെ, വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 4 ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതിൻ്റെയും താഴത്തായിട്ട് 5ാമത്തെ ഒരു വർണ്ണം നിലനിന്നിരുന്നു. ആ 5ാമത്തെ വർണ്ണത്തിൽ വരുന്നതാണ് ആരൊക്കെ? അതായത് ചെറുമക്കൾ എന്ന് പറയുന്ന ചർമാസ്, മഹാസ്, മാലാസ്, മഡിഗാസ്, പുലയാസ് ആൻഡ് അതർ വേർ സബ്ജക്റ്റ് ടു സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഇവരെ പോലെയുള്ളവരായിരുന്നു സാമൂഹിക ബഹിഷ്കരണവും അതേപോലെ തന്നെ ചൂഷണവും നേരിട്ടിരുന്നത്. ഹിസ്റ്റോറിക്കലി ദയർ degraded status was legitimized by religious trust and reinforced by upper caste dominance.
അതേപോലെ തന്നെ മതഗ്രന്ഥങ്ങളും മേൽജാതികളുടെ ആധിപത്യവും ഇവരുടെ അധീന സ്ഥാനം ന്യായീകരിച്ചു. പല റിലീജിയസ് ടെക്സ്റ്റുകളും historically their degraded status was legitimized by religious text and reinforced by upper caste dominance. അതായത് മതഗ്രന്ഥങ്ങളും മേൽജാതികളുടെ ആധിപത്യവും ഇവരുടെ അധീന സ്ഥാനം, ഇവരുടെ സ്റ്റാറ്റസിനെ ന്യായീകരിച്ചു. റിലീജിയസ് ടെക്സ്റ്റ് കാരണം മതഗ്രന്ഥങ്ങളും അപ്പർ കാസ്റ്റ് ഡോമിനൻ മേൽജാതികളുടെ ആധിപത്യവും ഇവരുടെ സ്റ്റാറ്റസിനെ സ്വാധീനിച്ചു. അപ്പോൾ ഒരു ഹിന്ദു വർണ്ണ സിസ്റ്റത്തിലെ 5ാമത്തെ വിഭാഗമായിട്ടുള്ള അൺടച്ചബിൾസ് അഥവാ അപ്രഷ്യാസിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദളിത് വിഭാഗം എന്നറിയപ്പെടുന്നത്. അതിൽ ഏതൊക്കെ വരും? ഷമാഫ്, മഹാഫ്, മാലാഫ്, മടികാഫ്, പുലയാഫ് ഇവരൊക്കെയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവര്. ഇവർ സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക ബഹിഷ്കരണവും ഡിസ്ക്രിമിനേഷനും ഏറ്റുവാങ്ങിയവരായിരുന്നു. മാത്രമല്ല ഇവരുടെ പദവിയെ ആരാണ് ഉറപ്പിച്ചിരുന്നത്? പല റിലീജിയസ് ടെക്സ്റ്റുകളും അപ്പർ കാസ്റ്റ് ഡോമിനൻസ്, മേൽജാതികളുടെ ആധിപത്യവും ഇവരുടെ അധീന സ്ഥാനത്തെ ന്യായീകരിച്ചിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഈ ഒരു പാരഗ്രാഫിൽ വരുന്നത്. ഇനി എന്ന് മുതലാണ് ഈ ഒരു ജാതി വേർതിരിവ്, ഈ അൺടച്ചബിൾ എന്ന ആ രീതിയിൽ നിന്ന് അതേപോലെ ഈ അൺടച്ചബിൾസിനെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബായി തിരിച്ചത് എന്നാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 this group were officially listed as SC, giving them a legal identity. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി നിയമപരമായ തിരിച്ചറിവ് നൽകി. വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 this group were officially listed as SC, giving them a legal identity. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി നിയമപരമായ തിരിച്ചറിവ് നൽകി. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 341 recognized SC and provided them specific constitutional right. അതേപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരമായി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 341 പ്രകാരം പട്ടികജാതികളെ അംഗീകരിക്കുകയും അവർക്കായി പ്രത്യേക ഭരണഘടനാ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് SCക്ക് പ്രത്യേക അവകാശം നൽകിയത്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 341 പ്രകാരം SC വിഭാഗത്തെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട അവകാശങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുകൾ ഉറപ്പു നൽകുകയും ചെയ്തു. They constitute about 50% of India's population. ഏകദേശം 16% ആളുകളാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 16% ആളുകളായിരുന്നു SC വിഭാഗത്തിൽ പെട്ടതായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഇവരെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നൽകിയത്. മാത്രമല്ല സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 341 പ്രകാരം പട്ടികജാതിക്കാരെ അംഗീകരിക്കുകയും അവർക്കായി പ്രത്യേക ഭരണഘടനാ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ ജനസംഖ്യയിലെ 16% ആരായിട്ട് വരുന്നത്? പട്ടികജാതിക്കാരായിട്ട് വരുന്നത്, SC ആയിട്ട് വരുന്നത്, സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ കേട്ടോ. ദ ടേം ദളിത് ഗെയിൻഡ് പ്രോമിനൻസ് after the emergence of Dalit Panthers movement in the 1970s. 1970കളിൽ the term Dalit gained prominence after the emergence of Dalit Panthers movement in the 1970s. 1970കളിൽ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തിന് ശേഷം ദളിത് എന്ന പദം രാഷ്ട്രീയപരമായും ശക്തമായൊരു തിരിച്ചറിയലിനായി ഈ പദം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ 1970കളിലാണ് ദളിതരുടെ ആവശ്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ദളിത് പാന്തേഴ്സ് എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു.
എന്നാണ് ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് രൂപം കൊണ്ടത് ദളിതർക്ക് വേണ്ടിയിട്ട് 1970-ൽ. സിംബലൈസിങ് എ പൊളിറ്റിക്കൽ ആൻഡ് അസർട്ടീവ് ഐഡന്റിറ്റി എഗെയിൻസ്റ്റ് ഒപ്രഷൻ. അതേപോലെ തന്നെ അതായത് പൊളിറ്റിക്കൽ ആൻഡ് അസർട്ടീവ് ഐഡന്റിറ്റി എഗെയിൻസ്റ്റ് ഒപ്രഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ എതിർക്കുന്നതിനും അടിച്ചമർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. However, the meaning and usage of term Dalit continue to vary across social and political context. അതുകൊണ്ട് തന്നെ ദളിത് എന്ന പദത്തിൻ്റെ അർത്ഥവും ഉപയോഗവും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള അടിച്ചമർത്തലിനൊക്കെ എതിരെയാണ് 1970-ൽ ദളിത് പാന്തേഴ്സ് എന്ന മൂവ്മെന്റ് തന്നെ രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ദളിത് എന്ന പദത്തിൻ്റെ അർത്ഥവും ഉപയോഗവും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദളിത് കണ്ടിന്യൂ ടു വാരി അക്രോസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടസ്റ്റ്. അപ്പോൾ ദളിത് എന്ന പദത്തിൻ്റെ അർത്ഥവും ഉപയോഗവും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇന്നും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദളിത് എന്ന പദത്തിൻ്റെ അർത്ഥവും ഉപയോഗവും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്നും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ദളിതർക്ക് വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ഏതിലൂടെ പഠിക്കുന്നത്? ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഡിഫൈനിങ് ദളിത് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്, ദളിതരെ നിർവചിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് വ്യക്തമാക്കുകയുമാണ് നമ്മൾ ഇനി ഈ ഒരു ടോപ്പിക്കിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ദളിതരെ ഡിഫൈൻ ചെയ്യാം, അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെ അവരെ എങ്ങനെയാണ് കാണുന്നത് എന്ന് വിവരിക്കും ചെയ്യാം. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ കുട്ടികളെ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡിഫൈനിങ് ദളിത് എ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. സോഷ്യോളജിക്കൽ കാഴ്ചപ്പാടിലൂടെ ദളിതിനെ ഡിഫൈൻ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിഫൈനിങ് ദളിത് എ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഒരു സമൂഹശാസ്ത്ര കാഴ്ചപ്പാടിലൂടെ ദളിതിനെ നിർവചിക്കാനാണ് നമ്മളോടിവിടെ പറയുന്നത്. ശ്രദ്ധിക്കൂ. ദർ ഈസ് നോ സിംഗിൾ ക്ലിയർ സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് ദ ടേം ദളിത്. അതായത് ദളിത് എന്ന പദത്തിന് വ്യക്തമായ ഒരു സമൂഹശാസ്ത്ര നിർവചനമില്ല. ദർ ഈസ് നോ സിംഗിൾ ക്ലിയർ സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് ദ ടേം ദളിത്. ദളിത് എന്ന പദത്തിന് വ്യക്തമായിട്ടൊരു സിംഗിളായിട്ടൊരു നിർവചനം ഏതിലില്ല? സോഷ്യോളജിയിൽ ഏതിനില്ല? ദളിത് എന്ന ടേമിനില്ല എന്നാണ് പറയുന്നത്. ദർ ഈസ് നോ സിംഗിൾ ക്ലിയർ സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് ദ ടേം ദളിത്. ഇപ്പോൾ ദളിത് എന്ന ഈ ഒരു പദത്തിന് ഒരു സിംഗിളായിട്ടുള്ളൊരു ടേം അർത്ഥം സോഷ്യോളജിയിൽ ഏതിനില്ല? ദളിത് എന്ന വേർഡിനില്ല. Sociologists have often relied on its literary, cultural or political meaning, especially the definition proposed by the Dalit Panthers in their 1973 manifesto. അതേപോലെ തന്നെ സമൂഹശാസ്ത്രജ്ഞർ കൂടുതലായി ഈ പദത്തിൻ്റെ അതായത് സമൂഹശാസ്ത്രജ്ഞർ ഈ ദളിത് എന്ന പദത്തിൻ്റെ കൂടുതലായിട്ട് ഈ പദത്തിൻ്റെ ലിറ്ററസി സാഹിത്യപരവും കൾച്ചറൽ സാംസ്കാരികവും പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ അർത്ഥങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സോഷ്യോളജിയിലെ ദളിത് എന്ന ടേമിന് പ്രത്യേകമായിട്ടൊരു മീനിങ് ഒന്നും സോഷ്യോളജിയിൽ നൽകിയിട്ടില്ല. സോഷ്യോളജിസ്റ്റ് ദളിത് എന്ന പദം എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഉപയോഗിക്കുന്നത്? ലിറ്ററസിയിലും സാഹിത്യത്തിലും കൾച്ചറൽ സംസ്കാരത്തിലും പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെയാണ് സോഷ്യോളജിസ്റ്റുകളെ ദളിത് എന്ന പദം ഉപയോഗിച്ചത്. അതേപോലെ തന്നെ 1973 ദളിത് പാന്തേഴ്സ് ഇൻ ദയർ 1973 മാനിഫെസ്റ്റോ 1973 ദളിത് പാന്തേഴ്സ് അവരുടെ മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ നിർവചനം ശ്രദ്ധേയമാണ്. അപ്പോൾ 1973 1973 ദളിത് പാന്തേഴ്സ് എന്ന ഒരു സംഘടന അഥവാ മാനിഫെസ്റ്റോ, അതിൽ ഈ ദളിത് എന്ന പദം
അവർ അവതരിപ്പിച്ച ഈ ദളിത് എന്ന പദം അതൊരു രാഷ്ട്രീയ നിർവചനമായിട്ടാണ് ശ്രദ്ധേയമായത്. അതല്ലാതെ അതിനൊരു സിംഗിൾ ടേം ഏതിന് നൽകിയിട്ടില്ല, ദളിത് എന്ന പദത്തിന് സോഷ്യോളജിയിൽ നൽകിയിട്ടില്ല. അത് ലിറ്ററസിയിലോ കൾച്ചറിലോ പൊളിറ്റിക്കലിലൊക്കെയാണ് ഈ ഒരു പദം ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ 1973 ദളിത് പാന്തേഴ്സ് എന്ന ഈ ഒരു മാനിഫെസ്റ്റോയിൽ രാഷ്ട്രീയ നിർവചനം ഏതിന് നൽകി? ദളിത് പാന്തേഴ്സിന് നൽകി, ദളിതർക്ക് വേണ്ടി നൽകി. A clear definition is important because without it, identifying the nature and boundaries of the Dalit population becomes difficult. അതേപോലെ തന്നെ വ്യക്തമായ നിർവചനം ഇല്ലാത്തതിനാൽ ദളിത് സമൂഹത്തിൻ്റെ സ്വഭാവവും അതിരുകളും കൃത്യമായി തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഏതിനില്ല? ദളിത് എന്ന ഈ ഒരു പദത്തിനില്ല. ദളിത് എന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റീസ് എന്നാണ്, താഴേക്കിടയിലുള്ളവർ, തൊട്ടുകൂടാത്തവർ എന്നൊക്കെയാണ് ദളിതരെ അറിയപ്പെടുക. പക്ഷെ സോഷ്യോളജിയിൽ ഈ ദളിത് എന്നൊരു പദത്തിന് വ്യക്തമായിട്ടൊരു നിർവചനം ഏതിൽ നൽകിയിട്ടില്ല, സോഷ്യോളജിയിൽ ദളിത് എന്ന പദത്തിന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ചറിയുന്നതിനും അതേപോലെ തന്നെ അതിൻ്റെ സ്വഭാവവും അതിരുകളും കൃത്യമായി തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് പാരഗ്രാഫ്, അക്കോർഡിംഗ് ടു ദ ദളിത് പാന്തേഴ്സ്, Dalit include scheduled caste, scheduled tribe, landless laborers, poor peasant, women and all these who are politically, economically and religiously exploited. ദളിത് പാന്തേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ദളിതർക്ക് വേണ്ടി രൂപം കൊണ്ട 1973 രൂപം കൊണ്ട ഒരു ഓർഗനൈസേഷനാണ് ദളിത് പാന്തേഴ്സ്. അപ്പോൾ ദളിത് പാന്തേഴ്സിൻ്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ദ ദളിത് പാന്തേഴ്സ്, Dalit include scheduled caste, scheduled tribe, landless laborers, poor peasant, women and all those who are politically, economically and religiously exploited. ദളിത് പാന്തേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതിക്കാർ, ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികവർഗക്കാർ, ലാൻഡ്ലെസ് ലേബേഴ്സ് ഭൂമിയില്ലാത്ത തൊഴിലാളികൾ, പിന്നെ പുവർ പെസൻ ദരിദ്ര കർഷകർ, വുമൺ സ്ത്രീകൾ, അവർ രാഷ്ട്രീയമായും സാമ്പത്തികമായും മതത്തിൻ്റെ പേരിലും ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാവരും ഏതിൽപ്പെടുന്നു? ദളിതരിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ദളിത് പാന്തേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ദളിതര് എന്ന് പറഞ്ഞാൽ ആരാണ്? സോഷ്യോളജിയിൽ അതിനൊരു വേർഡ് കണ്ടെത്തിയിട്ടില്ല, സിംഗിളായിട്ട് അതിനൊരു അർത്ഥം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ദളിത് പാന്തേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ദളിത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ലാൻഡ്ലെസ് ലേബേഴ്സ്, പുവർ പെസന്റ്, വുമൺ. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ലാൻഡ്ലെസ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയില്ലാത്ത തൊഴിലാളികളും, പുവർ പെസന്റ് പാവപ്പെട്ട ദരിദ്ര കർഷകരും, അതേപോലെ തന്നെ വുമൺസും, അതേപോലെ തന്നെ ഈ പൊളിറ്റിക്കലായിട്ടും ഈ പറയുന്ന ആളുകളൊക്കെ പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും റിലീജിയസ് ആയി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ഇവരേനൊക്കെ എന്ത് പറയാം? ദളിത് എന്ന് പറയാം എന്നാണ് ആരുടെ ഒപ്പീനിയൻ? ദളിത് പാന്തേഴ്സിൻ്റെ അഭിപ്രായം. ഇപ്പം ദളിത് പാന്തേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ദളിതര് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ലാൻഡ്ലെസ് ലേബേഴ്സ്, പുവർ പെസന്റ്, വുമൺസ്. അവരെന്ത് ഫേസ് ചെയ്യുന്നവരായിരിക്കും? പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും റിലീജിയസ് ആയിട്ടും എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഈ ആളുകളെയാണ് ദളിത് എന്ന് പരാമർശിക്കുന്നത്. ആരുടെ അഭിപ്രായത്തിൽ? ദളിത് പാന്തേഴ്സിൻ്റെ അഭിപ്രായത്തിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നോക്കൂ. Sociologist Kumar attempted a sociological definition of Dalit based on certain characteristics. അതായത് കുമാർ എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റാണ്. കുമാർ സമൂഹശാസ്ത്രപരമായി ദളിതരെ നിർവചിക്കുന്നതിന് ചില പ്രത്യേക സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കുമാർ എന്ന സോഷ്യോളജിസ്റ്റ് ദളിതരെ താഴെ പറയുന്ന സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ് ദളിതരെ തരംതിരിച്ചത്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നോക്കൂ. Their unique structural position in the Hindu social order.
ഹിന്ദു സാമൂഹിക വ്യവസ്ഥയിലൂടെ their unique structural position in the ഹിന്ദു സോഷ്യൽ ഓർഡർ. ഹിന്ദു സാമൂഹിക വ്യവസ്ഥയിൽ ദളിതർക്കുള്ള പ്രത്യേക ഘടനാപരമായ സ്ഥാനം. ഹിന്ദു സാമൂഹിക വ്യവസ്ഥയിലെ ദളിതർക്കുള്ള പ്രത്യേക ഘടനാപരമായ സ്ഥാനമനുസരിച്ചാണ് ഒന്നാമതായിട്ട് ദളിതരേനെ തരംതിരിച്ചത്. ആര്? സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കുമാർ. ഇപ്പോൾ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കുമാർ ദളിതരെ തരംതിരിച്ചത് എങ്ങനെയാണ്? ദയർ യുണിക് സ്ട്രക്ചറൽ പൊസിഷൻ ഇൻ ദ ഹിന്ദു സോഷ്യൽ ഓർഡർ. അതായത് ഹിന്ദു സാമൂഹിക വ്യവസ്ഥയിൽ ദളിതർക്കുള്ള പ്രത്യേക ഘടനാപരമായ സ്ഥാനം. ആ സ്ഥാനം നോക്കിയിട്ടാണ് ദളിതരെ തരംതിരിച്ചത്. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? ക്യുമുലേറ്റീവ് ആൻഡ് ലോങ് ടേം സോഷ്യൽ എക്സ്ക്ലൂഷൻ. അതേപോലെ തന്നെ അവർ അനുഭവിക്കേണ്ടി വന്ന ക്യുമുലേറ്റീവ് ആൻഡ് ലോങ് ടേം സോഷ്യൽ എക്സ്ക്ലൂഷൻ. അവർ അനുഭവിക്കേണ്ടി വന്ന സമഗ്രവും ദീർഘകാലവുമായ സാമൂഹിക പുറന്തള്ളൽ. അപ്പോൾ ആ പുറന്തള്ളലിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എന്തായി തിരിച്ചു? ദളിതരായി തിരിച്ചു. ക്യുമുലേറ്റീവ് ആൻഡ് ലോങ് ടേം സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രവും ലോങ് ടേം സുദീർഘവും ദീർഘകാലത്തേക്ക്. അപ്പോൾ സമഗ്രവും ദീർഘകാലത്തേക്കും സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടൽ അനുഭവിച്ചവരെയാണ് എന്തായിട്ട് തരംതിരിച്ചത്? ദളിതരായി തരംതിരിച്ചത്. ആരുടെ ഒപ്പീനിയനിലെ? സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കുമാറിൻ്റെ അഭിപ്രായത്തിൽ. മൂന്നാമത് എങ്ങനെയുള്ളവരെയാണ് തരംതിരിച്ചത്? അൺചേഞ്ചബിൾ സോഷ്യൽ സ്റ്റാറ്റസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്. അതേപോലെ തന്നെ ജാതിയെ അടിസ്ഥാനമാക്കിയ മാറ്റാനാകാത്ത സാമൂഹിക പദവി. അൺചേഞ്ചബിൾ സോഷ്യൽ സ്റ്റാറ്റസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്. ജാതിയെ അടിസ്ഥാനമാക്കിയ മാറ്റാനാകാത്ത സാമൂഹിക പദവി അടിസ്ഥാനത്തിലും എന്തായി തരംതിരിച്ചു? ജാതിയെ അടിസ്ഥാനമാക്കിയ മാറ്റാനാകാത്ത സാമൂഹിക പദവിയുടെ അടിസ്ഥാനത്തിലും എന്തായി തരംതിരിച്ചു എന്നാണ് പറയുന്നത്? ദളിതരായിട്ട് തരംതിരിച്ചു. ജാതിയെ അടിസ്ഥാനമാക്കിയ മാറ്റാനാകാത്ത സാമൂഹിക പദവിയുടെ അടിസ്ഥാനത്തിലും അവരെന്തായിട്ടാണ് കുമാർ തരംതിരിച്ചത്? ദളിതരായിട്ട് കണക്കാക്കി. അടുത്തത് എന്താ പറയണത്? The development of a collective consciousness rooted in historical experiences of exclusion. ചരിത്രപരമായ ചൂഷണാനുഭവങ്ങളിൽ നിന്നുണ്ടായ ബോധനിർമ്മാണം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കളക്റ്റീവ് കോൺഷ്യസ്നസ് റൂട്ടഡ് ഇൻ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓഫ് എക്സ്ക്ലൂഷൻ. അതായത് ചരിത്രപരമായ ചൂഷണ അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ആ ബോധാവസ്ഥയിൽ നിന്നും ആരെ തരംതിരിച്ചു? ഈ ദളിതരെ തരംതിരിച്ചു. ചരിത്രപരമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് ചൂഷണ അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ആ ബോധത്തിൽ നിന്നും ആരെ തരംതിരിച്ചു എന്നാണ് പറയുന്നത്? ദളിതരെ തരംതിരിച്ചു. അടുത്തത് എന്തായിട്ടാണ് പറയുന്നത്? Dalits have also evolved their own symbol, leaders and cultural practice such as Buddha Ravidas. അതായത് ഇവിടെ എങ്ങനെ പറയുന്നത്? Dalits have also evolved their own symbol, leaders and cultural practices such as Buddha Ravidas. അതായത് ബുദ്ധൻ, രവിദാസ് തുടങ്ങിയവരെ നേതാക്കളെ അപ്പോൾ ഈ ബുദ്ധ, രവിദാസ് തുടങ്ങി ആളുകളെ സ്വന്തം ചിഹ്നങ്ങളും ആഘോഷങ്ങളും അവർ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചിഹ്നങ്ങളും സിംബൽസുകളൊന്നും ഇല്ലാത്ത ആളുകളെയാണ് എന്തായിട്ട് കണക്കാക്കിയത്? ദളിതരായിട്ട് കണക്കാക്കിയത്. Dalits have also evolved their own symbol, leaders and cultural practice such as Buddha Ravidas. Ambedkar and greeting Jai Hind that cut across caste, linguistic and regional boundaries. ഈ 5ഉം 6ഉം ഒന്നിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ബുദ്ധൻ, രവിദാസ്, അംബേദ്കർ തുടങ്ങിയ നേതാക്കളെയും ജയ് ഭീം പോലുള്ള അഭിവാദ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന സ്വന്തം ചിഹ്നങ്ങളും ആഘോഷങ്ങളും ദളിതർ വികസിപ്പിച്ചിട്ടുണ്ട്. ഇവ ജാതി, ഭാഷ, പ്രദേശ അതിരുകൾ മറികടക്കുന്നതാണ്. ഇപ്പോൾ ബുദ്ധനെയും രവിദാസിനെയും അംബേദ്കറൊക്കെ നമുക്കറിയാം. ആരാണ് അംബേദ്കർ? നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ ശില്പിയാണ് അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ അദ്ദേഹത്തെയും ഒക്കെ ബഹുമാനിക്കുന്ന തരത്തിൽ ദളിതർ എന്ത് ചെയ്തിട്ടുണ്ട്? ജയ് ഭീം ഇവിടെ പറയുന്നുണ്ട്. ജയ് ഭീം. അപ്പോൾ ആ ജയ് ഭീം പോലുള്ള അഭിവാദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വന്തം ചിഹ്നങ്ങളും
അതേപോലെ തന്നെ ആഘോഷങ്ങളും ദളിതർ വികസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവ ജാതി, ഭാഷ, പ്രദേശ അതിരുകൾ മറികടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലും ആരെ തരംതിരിച്ചു? ഈ ബുദ്ധൻ്റെയും രവിദാസിൻ്റെയും അബേബക്കറിൻ്റെയും ആശയങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളെയും എന്തായിട്ട് തരംതിരിച്ചു എന്നാ പറയുന്നത്? ദളിതരായി തരംതിരിച്ചു. അപ്പോൾ ദളിത് ഹാവ് ആൾസോ ഇവോൾവ്ഡ് ദെയർ ഓവൺ സിമ്പിൾ ലീഡേഴ്സ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസ്. ആരുടെയൊക്കെ കൾച്ചറൽ പ്രാക്ടീസാണ് ഫോളോ ചെയ്തത്? സിമ്പിൾസും കാര്യങ്ങളൊക്കെ ബുദ്ധൻ്റെയും രവിദാസിൻ്റെയും. അതേപോലെ അംബേദ്കറിൻ്റെ എന്താ അവർ ഉപയോഗിച്ചത്? ജയ് ഭീം. അപ്പോൾ ഇതൊക്കെ അവരുടെ കാസ്റ്റിലും ലിംഗ്വിസ്റ്റിക്കിലും റീജിയണൽ ബൗണ്ടറിയിലൊക്കെ അവർ യൂസ്ഫുൾ ആക്കി. അപ്പോൾ ഇങ്ങനെ യൂസ്ഫുൾ ആക്കിയിട്ടുള്ള ഈ ആളുകളെയാണ് എന്തായിട്ട് കണക്കാക്കിയത്? കുമാർ ദളിതരായിട്ട് കണക്കാക്കിയത്. ബുദ്ധൻ്റെയും രവിദാസിൻ്റെയും അംബേദ്കറിൻ്റെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളെയാണ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കുമാർ എന്തായിട്ട് കണക്കാക്കിയത്? ദളിതരായിട്ട് പരാമർശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ദളിത് സമൂഹത്തിൻ്റെ ഡെഫിനിഷനായിട്ട് ഈ 6 പോയിന്റുകളാണ് കേട്ടോ. ഈ ദളിത് സമൂഹത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡെഫിനിഷൻ ആര് നൽകിയ ഡെഫിനിഷനാ? കുമാർ, സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കുമാർ നൽകിയ ഡെഫിനിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ദളിതരെ കുറിച്ച് എഴുതാൻ വന്നു കഴിഞ്ഞാൽ ഇതെങ്കിലും നിങ്ങൾ എഴുതിയിട്ടാൽ മതി. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റുകൾ കേട്ടോ. അപ്പോൾ ദളിതർക്ക് വേണ്ടിയിട്ട് സോഷ്യോളജിയിൽ അങ്ങനെ പ്രത്യേക ഒരു മീനിങ് ഒന്നുമില്ല. പക്ഷെ ചില കാരണങ്ങളിലൂടെയാണ് അവരെ എന്തായി മനസ്സിലാക്കാൻ സാധിച്ചത്? ദളിതരായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ദളിതരെ മനസ്സിലാക്കുന്നതിനും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കുമാർ നൽകിയ കുറച്ച് ഡെഫിനിഷനാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഓഫ് ദളിത്, അതായത് സാമൂഹിക ഒറ്റപ്പെടൽ. ഏതൊക്കെ രീതിയിലാണ് ദളിതര് സാമൂഹികമായിട്ടുള്ള എക്സ്ക്ലൂഷൻ, ഒറ്റപ്പെടൽ അനുഭവിക്കാറുള്ളത് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, റിലീജിയസ് എക്സ്ക്ലൂഷൻ ഉണ്ട്, എക്കണോമിക് എക്സ്ക്ലൂഷൻ ഉണ്ട്, എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, എനിമി വിത്തിൻ. അപ്പോൾ അതിലൊക്കെ വരുന്ന സബ് പോയിന്റുകളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ, നമ്മൾ അടുത്ത ടോപ്പിക്കാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 100 വരുന്ന പേജ് നമ്പർ 100 അതിലൊരു ചാർട്ട് വരുന്നുണ്ടാവും. അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഓഫ് ദളിത്. ദളിതരെ സാമൂഹികമായി ഒറ്റപ്പെടുത്തിയിരുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നാണ് ആ ചാർട്ടിൽ പറയുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഓഫ് ദളിത്. ദളിതരേനെ സാമൂഹികമായി ഒറ്റപ്പെടുത്തിയിരുന്നത് എന്തെല്ലാം കാര്യങ്ങളിലായിരുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് പ്രധാനമായിട്ടും സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉണ്ട്. സോഷ്യൽ എക്സ്ക്ലൂഷൻ തന്നെ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഉണ്ടാവും, ആട്രോസിറ്റീസ് ഉണ്ടാവും, അസാർഡ്സ് ആൻഡ് സ്റ്റിഗ്മാറ്റൈസ്ഡ് ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കും. അത്രയും സോഷ്യൽ എക്സ്ക്ലൂഷനിൽ വരും കേട്ടോ. പിന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഏതൊക്കെ രീതിയിലുള്ള ഒറ്റപ്പെടുത്തലാന്ന് നമുക്ക് പഠിക്കണം. അതിൽ വരുന്ന പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റിയിൽ ഏതൊക്കെ എക്സ്ക്ലൂഷനാന്ന് പഠിക്കണം, അട്രോസിറ്റിയിൽ ഏതൊക്കെ എക്സ്ക്ലൂഷനാന്ന് പഠിക്കണം, അസാർഡ്സ് ആൻഡ് സ്റ്റാഗ്മാറ്റൈസ്ഡ് ഒക്യുപ്പേഷനിൽ ഏതൊക്കെ എക്സ്ക്ലൂഷൻ ആണെന്ന് നമുക്ക് പറയാണ്ട്. പിന്നെ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, റിലീജിയസ് എക്സ്ക്ലൂഷൻ ഉണ്ട്, എക്കണോമിക് എക്സ്ക്ലൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷനും പിന്നെ എനിമി വിത്തിൻ. ആ രണ്ടെണ്ണം കൂടെ ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതിയിടാത്തത്. അതും കൂടി ടീച്ചർ ഇതിനോടൊപ്പം പറയും കേട്ടോ. അപ്പോൾ ഇത്രയും എക്സ്ക്ലൂഷൻസിനെ കുറിച്ചാണ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കൂ, ദളിത് വിഭാഗത്തെ ഏതൊക്കെ രീതിയിലാണ് ഒറ്റപ്പെടുത്തിയിരുന്നത് അല്ലെങ്കിൽ അവരെ ബഹിഷ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക ബഹിഷ്കരണം. ദളിതരെ സാമൂഹികമായിട്ട് ഏതൊക്കെ വിധത്തിലാണ് ബഹിഷ്കരിച്ചത്, അത് ഒറ്റപ്പെടുത്തിയത് നോക്കൂ. സോഷ്യൽ എക്സ്ക്ലൂഷനിൽ ഫസ്റ്റ് വൺ ഏതാണ്? ഡിനൈൽ ഓഫ് എക്സിസ്റ്റൻസ് ഇൻ ദ ഋഗ്വേദ. ഋഗ്വേദത്തിൻ്റെ നിലനിൽപ്പിൽ നിഷേധിക്കുക. ഋഗ്വേദം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ആർക്ക്? ദളിതർക്ക്. അപ്പോൾ ഏതിൽ നിന്നും അവരേനെ ഒഴിവാക്കി? ഋഗ്വേദത്തിൽ നിന്നും ഒഴിവാക്കി. ഇപ്പോൾ സാമൂഹിക എക്സ്ക്ലൂഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7. സോഷ്യൽ എക്സ്ക്ലൂഷൻ പ്രധാനമായും 7 പോയിന്റിലാണ് പറയുന്നത്.
ഡിനൈൽ ഓഫ് എക്സിസ്റ്റൻസ് ഇൻ ദ ഋഗ്വേദ. ഋഗ്വേദത്തിന്റെ നിലനിൽപ്പിൽ നിന്നും അവരേനെ എന്ത് ചെയ്തു? ഡിനൈൽ, നിഷേധിച്ചു. പിന്നെ നോ റെഫറൻസ് ഇൻ ദ വർണ്ണ സ്കീം. അതേപോലെ തന്നെ വർണ്ണവ്യവസ്ഥയിൽ, വർണ്ണവ്യവസ്ഥ പറഞ്ഞാൽ നമുക്കറിയാം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതാണ് വർണ്ണവ്യവസ്ഥ. ഫോർ വർണ്ണ ഫിഫ്ത്ത് എന്നാണ് പറയുക. പക്ഷെ അതിൽ പോലും ആരെ ഉൾപ്പെടുത്തിയില്ല? ദളിതരെ ഉൾപ്പെടുത്തിയില്ല. ഫിഫ്ത്ത് കാറ്റഗറി ആയിട്ടാണ്. ഫോർ വർണ്ണ ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ 4 കാറ്റഗറിയാണ്. പക്ഷെ ദളിതരേനെ 5ാമത്തെ കാറ്റഗറി ആയിട്ടാണ് പരാമർശിച്ചത്. അതുകൊണ്ട് വർണ്ണ ഫിഫ്റ്റത്തിൽ പോലും ആരുണ്ടായില്ല? ദളിതരുണ്ടായില്ല. അതാണ് നോ റെഫറൻസ് ഇൻ ദ വർണ്ണ ഫിഫ്റ്റം. വർണ്ണ ഫിഫ്റ്റത്തിൽ പോലും അവരെ പരാമർശിച്ചില്ല. അടുത്തത് നോ റൈറ്റ് ടു സേക്രഡ് ത്രെഡ്. അതേപോലെ തന്നെ സേക്രഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സേക്രഡ് പറഞ്ഞാൽ പരിശുദ്ധമായിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം വരിക. അപ്പം നമുക്കറിയാം ഇവിടെ ഉപനയനം എന്നാണ് ഉദ്ദേശിക്കുന്നത്, പൂണൂലിടുക. അത്തരം കാര്യങ്ങൾക്കൊന്നും അവകാശം ആയിരിക്കുന്ന നോ റൈറ്റ് ടു സേക്രഡ് ത്രെഡ്, ഉപനയനം അഥവാ പൂണൂൽ ധരിക്കാനുള്ള അവകാശമൊന്നും ആർക്കും നൽകിയില്ല? ഈ ദളിതർക്ക് നൽകിയില്ല. അതിൽ നിന്നും അവരേനെ എന്ത് ചെയ്തു? എക്സ്ക്ലൂഷൻ ചെയ്ത് ഒഴിവാക്കി, അകറ്റി നിർത്തി. ആൻഡ് ദെൻ അപ്പോൾ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? എക്സ്ക്ലൂഷൻ ഫ്രം ആശ്രമ. ആശ്രമ ജീവിതത്തിൽ നിന്നും ആരെ ഒഴിവാക്കി? ദളിതരെ ഒഴിവാക്കി. എക്സ്ക്ലൂഷൻ ഫ്രം ആശ്രമ. നോ പാർട്ടിസിപ്പേഷൻ ഓഫ് ധർമ്മ. ധർമ്മത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളിലും ആരേനെ പങ്കാളിത്തം നൽകിയില്ല? ദളിതർക്ക് പങ്കാളിത്തം നൽകിയില്ല. നോ പാർട്ടിസിപ്പേഷൻ ഓഫ് ധർമ്മ. ആൻഡ് ദെൻ എക്സ്ക്ലൂഷൻ ഫ്രം പുരുഷശാസ്ത്ര. പുരുഷാർത്ഥങ്ങളിൽ നിന്നും ഒഴിവാക്കി. അപ്പോൾ ധർമ്മശാസ്ത്ര, പുരുഷശാസ്ത്ര, ഋഗ്വേദ ഇതൊക്കെ ഹിന്ദു റിച്വലായിട്ടുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഒരു വർണ്ണ ഫിഫ്റ്റത്തിൽ പോലും ഉൾക്കൊള്ളിക്കാത്തവരായിരുന്നു ആരെ? ദളിതർ. വർണ്ണ ഫിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 4 വർണ്ണങ്ങളാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിൽ നിന്ന് പോലും അവഗണിക്കപ്പെട്ടവരായിരുന്നു ആരെ? ദളിത് സമൂഹം. അതുകൊണ്ട് പുരുഷശാസ്ത്രത്തിൽ നിന്നും ആരെ ഒഴിവാക്കി? ദളിതരെ ഒഴിവാക്കി. എക്സ്ക്ലൂഷൻ ഫ്രം പുരുഷശാസ്ത്ര. എക്സ്ക്ലൂഷൻ പ്രീഡെസ്റ്റിനേഷൻ. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? അവരെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമുള്ള ഒരു ഒഴിവാക്കലാണ് നടത്തിയിരുന്നത്. എക്സ്ക്ലൂഷൻ പ്രീഡിസ്റ്റിനേഷൻ, അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ബഹിഷ്കരണം എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ എക്സ്ക്ലൂഷനിൽ വരുന്നത്. ഇനി സോഷ്യൽ എക്സ്ക്ലൂഷനിൽ വരുന്ന പോയിന്റ് തന്നെയാണ് ഏത്? പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി. അതായത് പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള ബഹിഷ്കരണം. അപ്പോൾ ഈ തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള ബഹിഷ്കരണം ഏതൊക്കെ വിധത്തിലുണ്ട്? 1 2 3 4 5 6 7 8 8 പോയിന്റ്സോളം വരും കേട്ടോ. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള ബഹിഷ്കരണം അഥവാ ഒഴിവാക്കൽ, അകറ്റി നിർത്തൽ. ആർക്ക് മേലാണ് ഈ അകറ്റി നിർത്തലൊക്കെ? ദളിതർക്ക് മേലെ. ഇപ്പൊ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയിലൂടെയുള്ള ബഹിഷ്കരണം ദളിതരുടെ മേലെ ഏതൊക്കെ വിധത്തിലാണ് ചെയ്തിരുന്നതെന്നാണ് പറയണത്. ഫസ്റ്റ് വൺ, റെസിഡൻഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ ദ സൗത്ത് ഓഫ് ദ വില്ലേജ്. താമസ സ്ഥലങ്ങളിൽ നിന്ന് പോലും അവരെ ഒഴിവാക്കി. ഗ്രാമത്തിന്റെ തെക്കു ഭാഗത്ത് മാത്രമേ, ഇൻ ദ സൗത്ത് ഓഫ് ദ തെക്കു ഭാഗത്ത് മാത്രം. തെക്കൻ എന്താ അങ്ങനെ? തെക്ക് ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ഗ്രാമത്തിന്റെ തെക്കു ഭാഗത്ത് മാത്രമേ ഈ ദളിതർ പാടുള്ളൂ. മറ്റുള്ള 3 നമുക്കറിയാം, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, സൗത്ത് ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ നിന്നൊക്കെ കിഴക്കു ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വടക്കു ഭാഗത്തു നിന്നും ഒക്കെ ആരെ ഒഴിവാക്കി? സൗത്ത് ഭാഗത്തേക്ക് മാത്രം ഇവരെ കേന്ദ്രീകരിക്കാനുള്ള കാരണം എന്താണ്? വെസ്റ്റിൽ നിന്നും ഈസ്റ്റിൽ നിന്നും ഒക്കെ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സൗത്ത് പോർഷനിൽ മാത്രമേ ഈ ദളിതർ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ ആളുകളേനെ ദഹിപ്പിക്കുന്ന ഭാഗം അല്ലെങ്കിൽ അവരേനെ ഇതാക്കുന്ന ഭാഗം എന്താണ്? തെക്കുഭാഗമാണ്. അതുകൊണ്ട് ഒരു ഗ്രാമത്തിൻ്റെ സൗത്ത് പാർട്ടിൽ മാത്രമേ അവർ പാടുള്ളൂ, അതല്ലാതെ അവർ വീട് വെക്കാൻ പാടില്ല എന്ന് വരെ ആർക്കെതിരെ ബഹിഷ്കരണം നടത്തി? ദളിതർക്കെതിരെ. അതാണ് റെസിഡൻഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്.
ഇൻ ദ സൗത്ത് ഓഫ് ദ വില്ലേജ്. എവിടെ മാത്രമേ അവർക്ക് വീട് വെക്കാൻ പാടുള്ളൂ? തെക്കു ഭാഗത്ത് മാത്രമായിട്ടേ അവർക്ക് വീട് വെക്കാൻ പാടൂ. അതല്ലാതെ ഗ്രാമത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും വീട് വെക്കാനുള്ള അർഹത ആർക്ക് നൽകിയിരുന്നില്ല? ഈ ദളിതർക്ക് നൽകിയിരുന്നില്ല. അതാണ് മറ്റൊരു റെസിഡൻഷ്യൽ എക്സ്ക്ലൂഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ഡിനൈൽ ഓഫ് ആക്സെപ്റ്റൻസ് ആൻഡ് ആക്സസ് ടു വാട്ടർ. വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള വിലക്ക്. ഡിനൈൽ ഓഫ് ആക്സെപ്റ്റൻസ് ആൻഡ് ആക്സസ് ടു വാട്ടർ, അതായത് അവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പോലും വിലക്ക് കൽപ്പിച്ചിരുന്നു. ദളിതരായിട്ടുള്ള ആ ആളുകൾക്ക് പൊതു കിണറുകളിൽ നിന്നൊക്കെ വെള്ളം അവർ കോരിയെടുക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ തടഞ്ഞിരുന്നു. അതൊക്കെയാണ് പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി വരിക. അൺടച്ചബിലിറ്റിയിൽ വരുന്ന സബ് പോയിന്റ് കേട്ടോ. അടുത്ത പോയിന്റാണ് ഡിനൈൽ ഓഫ് ആക്സെപ്റ്റിംഗ് ഓഫ് ഫുഡ്. ഭക്ഷണം സ്വീകരിക്കുന്നതിൽ അവരേനെ നിരാകരിച്ചിരുന്നു. ഡിനൈൽ ഓഫ് ആക്സെപ്റ്റിംഗ് ഓഫ് ഫുഡ് സ്വീകരിക്കുന്നതിൽ അവരേനെ എന്ത് ചെയ്തു? തടഞ്ഞിരുന്നു. അടുത്ത പോയിന്റാണ് റെസ്ട്രിക്ഷൻ ഓൺ സിറ്റിംഗ് ടുഗദർ. ഒരുമിച്ചിരുന്നത് നിയന്ത്രിച്ചിരുന്നു. റെസ്ട്രിക്ഷൻ ഓൺ സിറ്റിംഗ് ടുഗദർ. റെസ്ട്രിക്ഷൻ ഓൺ സിറ്റിംഗ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ചിരിക്കും. ഉയർന്ന ജാതിക്കാരുടെ ഒപ്പം, അല്ലെങ്കിൽ നമുക്കറിയാം വർണ്ണ സിസ്റ്റത്തിലെ വൈശ്യരുടെ കൂടെ ശൂദ്രരുടെ കൂടെ പോലും ഇരിക്കാനുള്ള അനുവാദം ആർക്കുണ്ടായിരുന്നില്ല? ദളിത് വിഭാഗത്തിനുണ്ടായിരുന്നില്ല. അതാണ് റെസ്ട്രിക്ഷൻ ഓൺ സിറ്റിംഗ് ടുഗദർ. ഒരുമിച്ചിരിക്കുന്നത് പോലും തടഞ്ഞിരുന്നു. റെസ്ട്രിക്ഷൻ ഓൺ സെലിബ്രേറ്റിംഗ് ടുഗദർ. ഒരുമിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് തടഞ്ഞിരുന്നു. ഡിനൈൽ ഓഫ് എൻട്രി ഇൻ ടു ദ ഹൗസ്. വീടുകളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. ഡിനൈൽ ഓഫ് എൻട്രി ഇൻ ടു ദ കിച്ചൺ. അടുക്കളയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. ഡിനൈൽ ഓഫ് എൻട്രി ഇൻ ടു ടെമ്പിൾ. അതേപോലെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. അപ്പം ഇത്തരത്തിലൊക്കെ ഉള്ള പ്രവേശനം എല്ലാ കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയവരായിരുന്നു ആരെ? ദളിത് വിഭാഗം. അതാണ് ദളിതര് ഫേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ എക്സ്ക്ലൂഷനായിട്ട് അറിയപ്പെടുന്നത്. അതിനെ ഒറ്റ വാക്ക് പറഞ്ഞ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടാത്തവർ. ഇനി അതിലെ ആട്രോഫിറ്റി. ആട്രോഫിറ്റി പറഞ്ഞാൽ എന്താണ്? അത്യാചാരങ്ങൾ, പലതരത്തിലുള്ള ആചാരങ്ങൾ ഈ ദളിതർക്കിടയിൽ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയെന്നാണ്? അതും ഒരു തന്നെയാണ് സോഷ്യൽ എക്സ്ക്ലൂഷനിൽ, സാമൂഹിക അകറ്റി നിർത്തലിൽ വരുന്നത് തന്നെ കേട്ടോ. ആട്രോഫിറ്റിയും ഈ അൺടച്ചബിലിറ്റിയെ പോലെ തന്നെ ആട്രോഫിറ്റിയും സോഷ്യൽ എക്സ്ക്ലൂഷനിൽ വരുന്ന ഒരു മെയിൻ പോയിന്റാണ്. അതിൽ വരുന്നത് എന്തൊക്കെയാ നോക്കൂ. റേപ്പ് ഓഫ് ദളിത് വുമൺ, എ കാസ്റ്റ് ആക്ട്. ജാതി അധിഷ്ഠിതമായിട്ടുള്ള അക്രമം എവിടെ നിലനിന്നിരുന്നു? ദളിതർക്കിടയിലുണ്ടായിരുന്നു. സ്ത്രീകളെ ആ കാലഘട്ടത്തിൽ റേപ്പ് ഓഫ് ദളിത് വുമൺ, ദളിത് സ്ത്രീകളെ റേപ്പ് ചെയ്യപ്പെട്ടു, ബലാത്സംഗം ചെയ്തിരുന്നു. അത്രയും മോശമായിട്ടാണ് ആ കാലഘട്ടത്തിൽ അവരോട് പെരുമാറിയിരുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊക്കെ സോഷ്യൽ എക്സ്ക്ലൂഷനിൽ വരും. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് മർഡർ ഓഫ് എ ദളിത്. ദളിതരെ മർഡർ ഓഫ് എ ദളിത് എന്ന് പറഞ്ഞാൽ എന്താ? അവരേനെ കൊല ചെയ്തിരുന്നു. അവരേനെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവരുടെ ശിക്ഷാവിധി എന്ന് പറയുന്നത്, അവർക്കെതിരെയുള്ള ശിക്ഷാവിധി എന്തായിരുന്നു? അവരെ വധിച്ചിരുന്നു. അതാണ് മർഡർ ഓഫ് എ ദളിത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ഗ്രേവിയസ് ഹേർട്ട്. അതേപോലെ തന്നെ ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിച്ചിരുന്നു അവർക്ക് മേലെ. അതേപോലെ അടുത്ത പോയിന്റാണ് ആർഫൺ ആൻഡ് ലോട്ട്. അതേപോലെ തന്നെ അവർക്ക് ദളിതരുടെ മേലെ ഇപ്പോൾ ഒരു ദളിത് യുവാവ് മറ്റ് അന്യജാതിയിലെ പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടടക്കം കത്തിക്കുക. ആർഫൺ ആൻഡ് ലൂട്ട്, അതായത് അവരേനെ കൊള്ളയടിക്കുകയും അവർക്ക് അതേപോലെ തന്നെ തീ കൊളുത്തിയിട്ട് അവരേനെ നശിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയൊക്കെ ഏതിലുണ്ടായിരുന്നു? ആ കാലഘട്ടം ദളിതർക്കെതിരെ ഉണ്ടായിരുന്നു. അതൊക്കെ സോഷ്യൽ എക്സ്ക്ലൂഷനിൽ വരും കേട്ടോ. അതേപോലെ തന്നെ റെഡിക്കുലസ് ഇൻ സൊസൈറ്റി ആൻഡ് സേക്രഡ് ടെക്സ്റ്റ്. സമൂഹത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പോലും ഒന്നും അവർക്ക് തൊടാനോ അധികാരം ഉണ്ടായിരുന്നില്ല. ആ ഗ്രന്ഥങ്ങളൊക്കെ അവരെ പരിഹസിക്കുകയാണ് ചെയ്തിരുന്നത്. ആൻഡ് ഡിനൈൽ ഓഫ് വിയറിംഗ് ഓഫ് ക്ലോത്ത്, ഷൂസ്, ടർബണിസ്റ്റിക്. അതേപോലെ തന്നെ വസ്ത്രം, ചെരുപ്പ്, ടർബണിസ്റ്റിക് എന്ന തലപ്പാവ, ഇതൊന്നും ധരിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. അതൊക്കെ അവരിൽ നിന്നും നിഷേധിക്കപ്പെട്ടിരുന്നു. സിമിലർ ടു അപ്പർ കാസ്റ്റ്. അപ്പോൾ അപ്പർ കാസ്റ്റ് ധരിച്ചിരുന്ന പോലെ
ഡ്രസ്സും അതേപോലെ തന്നെ ഷൂസും തലപ്പാവൊന്നും വെക്കാൻ ആർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല? ദളിതർക്ക് അനുവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ അട്രോസിറ്റി എന്ന് പറയുന്നത് ഏതിൽ വരും? സോഷ്യൽ എക്സ്ക്ലൂഷനിൽ വരുന്നതാണ് കേട്ടോ. അടുത്തതാണ് സ്റ്റിഗ്മാറ്റൈസ്ഡ് ഓക്യുപ്പേഷൻ, അപകടകരവും അപമാനിതവുമായ തൊഴിൽ. ഈ ദളിതരെ കൊണ്ട് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ തൊഴിൽ ചെയ്യിപ്പിച്ചിരുന്നു. അസാഡ്സ് ആൻഡ് സ്റ്റിഗ്മാറ്റൈസ്ഡ് ഒക്യുപ്പേഷൻ, അപകടകരവും അപമാനിതവുമായിട്ടുള്ള തൊഴിൽ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു? ഈ ദളിത് വിഭാഗത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അതും ഒരു സോഷ്യൽ എക്സ്ക്ലൂഷനാണ്, സാമൂഹികമായ അകറ്റി നിർത്തലാണ്. അതിലെന്തൊക്കെ വരിക നോക്കൂ, എന്തൊക്കെ തൊഴിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്? ഫസ്റ്റ് വൺ, ക്ലീനിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ, അതായത് മനുഷ്യ വിസർജ്യം ശുചീകരിക്കുക. ക്ലീനിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ, മനുഷ്യൻ്റെ മൂത്രം മലം അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിനുള്ള ആളുകളായിട്ടാണ് ആരെ കണ്ടത്? ഈ ദളിതരെ കണ്ടത്. അതാണ് ക്ലീനിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. പിന്നെന്താ, എന്ത് ജോലി അവരെ കൊണ്ടെടുപ്പിച്ചത്? സ്കേവേജിങ് ആൻഡ് ക്ലീനിങ് മെയിൻ ഹോൾസ്, അതേപോലെ തന്നെ ശുചീകരിക്കുക, മലിനജലം ഒഴിവാക്കുക, അതേപോലെ തന്നെ പുറം സ്ഥലങ്ങളൊക്കെ ശുചീകരിക്കുക. അതിനൊക്കെ അത്രയും എന്താ പറയുക, കഠിനമായ വൃത്തിയില്ലാത്ത ജോലികൾ അവരെ കൊണ്ട്, ഈ അഴുക്കുചാലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ മിഡ് വൈഫറി റോൾ ബൈ ദളിത് വുമൺ, അതേപോലെ പിന്നെ ദളിത് സ്ത്രീകളെ പ്രസവ സഹായികളായി നിർബന്ധിക്കൽ. മിഡ് വൈഫറി റോൾ ബൈ ദളിത് വുമൻ, മറ്റാളുകൾക്ക് പ്രസവത്തിനും വയറ്റാട്ടി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു പങ്കുമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു, ഈ ദളിത് സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അതേപോലെ റിമൂവിങ് കാർക്കാസസ്, അതേപോലെ എന്താണ് കാർക്കാസസ് എന്ന് പറഞ്ഞാൽ മൃഗശവങ്ങൾ നീക്കം ചെയ്യിപ്പിക്കുക. മൃഗങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ചത്തു കഴിഞ്ഞാൽ ഇവരെ കൊടുന്നിട്ടാണ് അതിനെ ഒഴിവാക്കിപ്പിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള റിമൂവിങ് കാർക്കാസസ്, ശവങ്ങൾ നീക്കം ചെയ്യിപ്പിക്കുക തുടങ്ങിയ ജോലികളും ആരെ കൊണ്ടാണ് ചെയ്തിരുന്നത്? ദളിതരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. ഗ്രേവ് ഡിഗ്ഗിങ്, ബേണിങ് ഡെഡ്, ഡ്രം ബീറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, അതേപോലെ കുഴിമാടം, ഗ്രേവ് ഡിഗ്ഗിങ് കുഴിമാടം കുഴിപ്പിക്കല്, പിന്നെ ബേണിംഗ് ഡെഡ് ശവദഹനം, അതേപോലെ തന്നെ ഡ്രം ബീറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് ചെണ്ട കൊട്ടില്ലേ. ഡ്രം ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചെണ്ട കൊട്ടുക, ഡ്രം ബീറ്റ് ചെയ്യുക. അപ്പോൾ വിളംബരം ചെയ്യിപ്പിക്കുക, എന്തെങ്കിലും കാര്യങ്ങളും ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ വിളംബരം ചെയ്യിപ്പിക്കുക. അത്തരം പ്രവർത്തികളൊക്കെ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്? ഈ ദളിതരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ പിഗറി, ബഡ്ചറി, ടുഡേ ടാപ്പിംഗ്, പന്നി വളർത്തല്, മാംസവധം, കള്ള് ചൂഷണം, ടാപ്പിങ്, അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്? ദളിതരെ കൊണ്ടായിരുന്നു. ക്ലീനിങ് ഓഫ് സോയിൽഡ് ക്ലോത്ത്, അതേപോലെ തന്നെ മലിന വസ്ത്രങ്ങൾ കഴുകിപ്പിക്കുക. വളരെ മോശമായിട്ടുള്ള ഡേർട്ടി ആയിട്ടുള്ള അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളൊക്കെ ഇവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചിരുന്നു? ക്ലീൻ ചെയ്യിപ്പിച്ചിരുന്നു. ക്ലീനിങ് ഓഫ് സോളിഡ് ക്ലോത്ത്. ഡിനൈൽ ഓഫ് ടേക്കിംഗ് ഔട്ട് മാരേജ് ആൻഡ് ഫ്യൂണറൽ പ്രിക്വേഷൻസ്, അതേപോലെ തന്നെ പിന്നെന്താണ്? വിവാഹ ശവസംസ്കാര ഘോഷയാത്രകൾ നടത്തുന്നത് നിഷേധിക്കൽ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പല രീതിയിലും ആരും ഒറ്റപ്പെട്ടവരായിരുന്നു, എക്സ്ക്ലൂഷൻസ് നേരിട്ടവരായിരുന്നു ദളിതർ. ഇനി ദളിതരുടെ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷനാണ് നമ്മൾ പറയുന്നത്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒറ്റപ്പെടൽ. ദളിത് വിഭാഗം രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് എക്സ്ക്ലൂഷൻ ചെയ്യപ്പെട്ടത് നോക്കൂ. ഫസ്റ്റ് വൺ, ഡിനൈൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇലക്ഷനറിങ് പ്രോസസ്, അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിത്തം നിഷേധിക്കൽ. അപ്പോൾ രാഷ്ട്രീയ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ ദളിതർ ഫേസ് ചെയ്തത് ഏത് കാര്യത്തിലാണ്? ഡിനൈൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇലക്ഷനറിങ് പ്രോസസ്, അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പങ്കാളിത്തം ആരിൽ നിഷേധിക്കപ്പെട്ടു? ദളിതരിൽ നിഷേധിക്കപ്പെട്ടു. ആൻഡ് ദെൻ പിന്നെ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ ബി എന്താ വരുന്നത്? ഡിനൈൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ?
തീരുമാനമെടുക്കുന്ന പ്രക്രിയകളുടെ പങ്കാളിത്തം നിഷേധിക്കൽ. ഡിനൈൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ നിന്നൊക്കെ ആരെ ഒഴിവാക്കി? രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിനൊന്നും ആരെ കൂട്ടിച്ചേർത്തില്ല? ദളിതരെ കൂട്ടിച്ചേർത്തില്ല. അപ്പം അതും അവർ അഭിമുഖീകരിച്ച പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ ആട്ടോ. അടുത്തതാണ് റിലീജിയസ് എക്സ്ക്ലൂഷൻ. റിലീജിയസ് എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നോക്കൂ. മതപരമായിട്ടുള്ള ഒറ്റപ്പെടുത്തൽ. മതപരമായിട്ടുള്ള ഒറ്റപ്പെടുത്തൽ രണ്ടെണ്ണാണുള്ളത്. ഫസ്റ്റ് വൺ, എക്സ്ക്ലൂഷൻ ഫ്രം ദ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് റിലീജിയൻ. മതത്തിൻ്റെ വിവിധ ഘടനകളിൽ നിന്നും ഒഴിവാക്കൽ. എക്സ്ക്ലൂഷൻ ഫ്രം ദ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് റിലീജിയൻ. മതത്തിൻ്റെ വിവിധ ഘടനകളിൽ നിന്നും അവരെ എന്ത് ചെയ്തു? അകറ്റി നിർത്തി. അതേപോലെ തന്നെ ആൻഡ് ദ ലെജിറ്റിമസി ഓഫ് റിലീജിയൻ ഫോർ എക്സ്ക്ലൂഷൻ. അതേപോലെ തന്നെ ബഹിഷ്കരണത്തിന് മതപരമായ ന്യായീകരണം നൽകൽ. അപ്പം ഇത്തരത്തിലുള്ള ഒരു റിലീജിയസ് എക്സ്ക്ലൂഷനും ആര് ഫേസ് ചെയ്തിരുന്നു? ദളിതരെ. രണ്ട് രീതിയിലാണ് റിലീജിയസ് എക്സ്ക്ലൂഷൻ ഫേസ് ചെയ്തത്. ഒന്നെന്താ? എക്സ്ക്ലൂഷൻ ഫ്രം ദ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് റിലീജിയൻ. മതത്തിൻ്റെ വിവിധ ഘടനകളിൽ നിന്നും ഒഴിവാക്കലും. സെക്കൻഡ് വൺ, ലെജിറ്റിമസി ഓഫ് റിലീജിയൻ ഫോർ എക്സ്ക്ലൂഷൻ. ബഹിഷ്കരണത്തിന് മതപരമായ ന്യായീകരണം നൽകൽ. ഈ രണ്ട് തരത്തിലുള്ള എക്സ്ക്ലൂഷനുമാണ് റിലീജിയസ് എക്സ്ക്ലൂഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, എക്കണോമിക് എക്സ്ക്ലൂഷൻ. സാമ്പത്തികമായിട്ടുള്ള ഒഴിവാക്കൽ. സാമ്പത്തികപരമായിട്ടുള്ള ഒഴിവാക്കലും രണ്ടെണ്ണമാണ് പറയണത്. ഫസ്റ്റ് വൺ, ഡിനൈൽ ഓഫ് ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ. അതായത് തൊഴിൽ എക്കണോമിക് എക്സ്ക്ലൂഷനിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ഡിനൈൽ ഓഫ് ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ. തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കൽ. ദളിതർക്ക് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അതാണ് ഡിനൈൽ ഓഫ് ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും അവരെ അകറ്റി നിർത്തി. പിന്നെ എക്കണോമിക് എക്സ്ക്ലൂഷനിൽ വരുന്നതാണ് ഡിനൈൽ ഓഫ് ആക്സസ് ടു റിസോഴ്സസ്. വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കൽ. അതായത് വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിൽ എക്കണോമിക്കലായിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യണം, അതിൽ നിന്നൊക്കെ ആരെ അകറ്റി നിർത്തി? ദളിതരെ അകറ്റി നിർത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, എക്കണോമിക് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയിട്ട് പറഞ്ഞത്. അടുത്തത് നമുക്ക് എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷൻ എന്താ നോക്കാം. വിദ്യാഭ്യാസപരമായിട്ടുള്ള ബഹിഷ്കരണം. വിദ്യാഭ്യാസപരമായിട്ടുള്ള ബഹിഷ്കരണം പ്രധാനമായും 4 പോയിന്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ നോക്കൂ. വിദ്യാഭ്യാസപരമായിട്ടുള്ള ബഹിഷ്കരണത്തിലെ ഫസ്റ്റ് പോയിന്റ്, അതായത് എക്സ്ക്ലൂഷൻ ഫ്രം ദ ഓണർഷിപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്നും ഒഴിവാക്കി. എക്സ്ക്ലൂഷൻ ഫ്രം ദ ഓണർഷിപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്നും ആരെ ഒഴിവാക്കി? ദളിതരെ ഒഴിവാക്കി. അടുത്ത പോയിന്റിൽ എന്താ പറയണത്? എക്സ്ക്ലൂഷൻ ഫ്രം ബിക്കമിങ് നോളജ് സീക്കേഴ്സ്. അറിവ് നേടുന്നതിൽ നിന്നും അവരെ ഒഴിവാക്കി. നോളജ് നേടിയെടുക്കുന്നതിൽ നിന്നും അവരെ ദളിതരെ ഒഴിവാക്കി. അതിൻ്റെ മൂന്നാമതായിട്ട് എന്താ പറയണത് നോക്കൂ. സി, എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷനിലെ എക്സ്ക്ലൂഷൻ ഫ്രം ബിക്കമിങ് നോളജ് ഗിവേഴ്സ്. അറിവ് നൽകുന്നവരാകുന്നതിൽ നിന്നും അവരെ ഒഴിവാക്കി. നേടുന്നതിൽ നിന്നും ഒഴിവാക്കി. അറിവ് മറ്റുള്ളവർക്ക് പകരുന്നതിൽ നിന്നും ആരെ ഒഴിവാക്കി? ദളിതരെ ഒഴിവാക്കി. എക്സ്ക്ലൂഷൻ ഫ്രം ബിക്കമിങ് നോളജ് ഗിവേഴ്സ്. അതായത് അറിവ് നൽകുന്നവരാകുന്നതിൽ നിന്നും ആരെയും ഒഴിവാക്കി? ഈ ഒരു ദളിത് വിഭാഗത്തെ ഒഴിവാക്കി. എക്സ്ക്ലൂഷൻ ഫ്രം കരിക്കുലം. കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ? പാഠ്യപദ്ധതി എന്ന് പറയും അല്ലേ? ആ പാഠ്യപദ്ധതിയിൽ നിന്നും ആരേനെ എക്സ്ക്ലൂഷൻ ചെയ്തു? ദളിതരേനെ എക്സ്ക്ലൂഷൻ ചെയ്തു. ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷൻ ആയിട്ട് പറയുന്നത്. അടുത്തത് എനിമി വിത്തിൻ. എനിമി വിത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ശത്രു എന്നൊക്കെ പറയാം. അതായത് 2 രീതിയിലാണ് എനിമി വിത്തിൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഒപ്രസേഴ്സ് ഓഫ് ദ സെയിം കളർ. ഒരേ വർണ്ണത്തിലുള്ള കളറിൻ്റെ അടിസ്ഥാനത്തിലും, ഒപ്രസേഴ്സ് ഓഫ് ദ സെയിം റിലീജിയൻ, ഒരേ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും, കളറിൻ്റെ അടിസ്ഥാനത്തിലും റിലീജിയൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉള്ള എനിമിയാണ് ആരിൽ പുലർത്തിയത്? ഈ ദളിതർക്ക് മേലെ ഒപ്രസ് ചെയ്തത്. അപ്പോൾ ഒപ്രസേഴ്സ് ഓഫ് ദ സെയിം കളർ ആൻഡ് ഒപ്രസേഴ്സ് ഓഫ് ദ സെയിം റിലീജിയൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലെ മെറ്റീരിയലിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 100 ഉണ്ടായിരിക്കും ആ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ എക്സ്ക്ലൂഷനിൽ തന്നെ ഏതൊക്കെ വരാം? പ്രാക്ടീസ് അൺടച്ചബിലിറ്റി വരാം, ആർട്ടിഫിറ്റീസ് വരാം, അസാർട്സ് ആൻഡ് സ്റ്റിഗ്മാറ്റൈസ്ഡ് ഒക്യുപ്പേഷൻ വരാം. പിന്നെ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ,
റിലീജിയസ് എക്സ്ക്ലൂഷൻ, എക്കണോമിക് എക്സ്ക്ലൂഷൻ, എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷൻ, ലിവിങ് വിത്തിൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, ഒരു ദളിതരെ എക്സ്ക്ലൂഷൻ ചെയ്യപ്പെടുന്നതായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ള ടോപ്പിക്കാണ് തിയററ്റിക്കൽ റാഷണൽ ഓഫ് ദളിത് പേഴ്സ്പെക്റ്റീവ്. അതെന്താണ് തിയററ്റിക്കൽ റാഷണൽ ഓഫ് ദളിത് പേഴ്സ്പെക്റ്റീവ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നോക്കൂ, തിയററ്റിക്കൽ റാഷണൽ ഓഫ് ദ ദളിത് പേഴ്സ്പെക്റ്റീവ്. അതായത് ദളിത് കാഴ്ചപ്പാടുകളെ എങ്ങനെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്? ഒരു തിയറിറ്റിക്കൽ ആൻഡ് റാഷണൽ, യുക്തിപൂർവവും അതേപോലെ തന്നെ വിവരണാത്മകമായ രീതിയിലാണ് ദളിത് കാഴ്ചപ്പാടുകളെ വിവരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് തിയറിറ്റിക്കൽ റാഷണൽ ഓഫ് ദ ദളിത് പേഴ്സ്പെക്റ്റീവിൽ പ്രധാനപ്പെട്ടതായി വരുന്നത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 103 വരുന്ന കാര്യങ്ങളാട്ടോ. പേജ് 103 അതിൽ വരുന്ന പ്രധാനപ്പെട്ട ദളിത് പേഴ്സ്പെക്റ്റീവ് എന്തുമായി റിലേറ്റഡ് ആയിട്ട്? തിയററ്റിക്കൽ റാഷണൽ, അതായത് വിവരണാത്മകവും യുക്തിപൂർവമായിട്ടുള്ള ദളിത് കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ദളിത് പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി ഡ്രോസ് ഇറ്റ് തിയററ്റിക്കൽ സ്ട്രെങ്ത് ഫ്രം ദീസ് തിങ്കേഴ്സ് ലൈക്ക് സി ബ്രൈറ്റ് മിൽ, അതേപോലെ പ്ലോറോ ഫ്രയർ, ബർജർ ആൻഡ് ലുക്മാൻ ആൻഡ് പെയർ ബോർഡ്യൂ. അപ്പോൾ ആരൊക്കെയാണ് ഈ തിയറിറ്റിക്കൽ റാഷണൽ ഓഫ് ദ ദളിത് പേഴ്സ്പെക്റ്റീവിനെ അനലൈസ് ചെയ്യുന്ന ചിന്തകന്മാരെ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ദ ദളിത് പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി ഡ്രോ ഈസ് തിയറിറ്റിക്കൽ സ്ട്രെങ്ത് ഫ്രം തിങ്കേഴ്സ്. അതായത് സമൂഹശാസ്ത്രത്തിലെ ദളിത് പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് ആരൊക്കെയാണ് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? സി റൈറ്റ് മിൽസ്, പൗലോ ഫെയറി, അതേപോലെ തന്നെ ബർഗർ ലാക്മാൻ ആൻഡ് പിയർ ബോർഡ്യൂ തുടങ്ങിയ ചിന്തകന്മാരെ ഈ ഒരു ദളിത് പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് സോഷ്യോളജിയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയണത്. മാത്രമല്ല അവർ ഈ ചിന്തകന്മാരൊക്കെ ഈ ദളിത് പേഴ്സ്പെക്റ്റീവ് എന്ന ആശയത്തിലൂടെയാണ് എന്തായത് സ്ട്രെങ്തൺ. അപ്പോൾ സോഷ്യോളജിയിലെ ദളിത് പേഴ്സ്പെക്റ്റീവ് എന്ന ആശയത്തിലൂടെ ശക്തിപ്പെട്ടവരാണ് ആരൊക്കെ? സി ബ്രൈറ്റ് മില്ല്, അതേ പൗലോ ഫ്രയറി, ബർഗർ ലാക്മാൻ, അതേപോലെ തന്നെ പിയർ ബോർഡ്യൂ തുടങ്ങിയ ചിന്തകന്മാരെ ദളിത് പേഴ്സ്പെക്റ്റീവ് എന്ന ആശയത്തിലൂടെ സോഷ്യോളജിയിലെ ദളിത് പേഴ്സ്പെക്റ്റീവ് അഥവാ ദളിത് കാഴ്ചപ്പാട് എന്ന ആശയത്തിലൂടെ ശക്തിപ്പെട്ടവരാണ്. അപ്പോൾ ഇവരൊക്കെ ദളിതരായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ ദളിത് പേഴ്സ്പെക്റ്റീവ് സോഷ്യോളജിയിലെ ദളിത് പേഴ്സ്പെക്റ്റീവിലൂടെ ശക്തരായിട്ടുള്ള ചിന്തകന്മാരാണ് ആരൊക്കെ? സി ബ്രൈറ്റ് മിൽ, അതേപോലെ പൗലോ ഫ്രയറി, ബർഗർ ആൻഡ് ലുക്മാന്, പിന്നെ പിയർ ബോർഡ്യൂ തുടങ്ങിയ സോഷ്യോളജിസ്റ്റുകൾ. അപ്പോൾ അവരൊക്കെ ഈ സോഷ്യോളജിയിലെ ദളിത് പെർസ്പെക്റ്റീവിലൂടെയാണ് എന്തായത് ശക്തരായിത്തീർന്നത്. സെൻട്രൽ ടു ദിസ് പെർസ്പെക്റ്റീവ് ഈസ് മിൽ കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വിച്ച് ലിങ്ക്സ് പേഴ്സണൽ ബയോഗ്രഫി വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്ട്രക്ചറൽ കണ്ടീഷൻ. അതേപോലെ തന്നെ മിൽസിൻ്റെ മിൽസ്, അതെ സി ബ്രൈറ്റ് മിൽസ് അഥവാ മിൽസിൻ്റെ ഒരു പ്രധാന തിയറിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ആ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം വ്യക്തികളുടെ ജീവചരിത്രവും സാമൂഹ്യ ചരിത്ര ഘടനകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. സെൻട്രൽ ടു ദിസ് പെർസ്പെക്റ്റീവ് ഈസ് മിൽ കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതായത് മിൽസിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ആ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? വിച്ച് ലിങ്ക് പേഴ്സണൽ ബയോഗ്രഫി വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്ട്രക്ചറൽ കണ്ടീഷൻ. ഈ മിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം വ്യക്തികളുടെ ജീവചരിത്രവും സാമൂഹ്യ ചരിത്ര ഘടനകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു.
പേഴ്സണൽ ബയോഗ്രഫിയും അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്ട്രക്ചറൽ കണ്ടീഷനും തമ്മിലുള്ള റിലേഷൻ വ്യക്തമാക്കുന്നുണ്ട് ആരുടെ തിയറി? മിൽഫിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന തിയറി. അപ്പോൾ CW മിൽഫിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന തിയറി എന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത്? ആ തിയറിയിലൂടെ വ്യക്തികളുടെ ജീവചരിത്രം, പേഴ്സണൽ ബയോഗ്രഫി പറഞ്ഞാൽ വ്യക്തികളുടെ ജീവചരിത്രത്തെക്കുറിച്ചും അതേപോലെ തന്നെ പിന്നെന്താണ് ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്ട്രക്ചറൽ കണ്ടീഷൻ, സാമൂഹ്യ ചരിത്ര ഘടനകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. ആൻഡ് ദെൻ പിന്നെന്താണ്? അപ്പോൾ മിൽഫിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ എന്തൊക്കെ ബന്ധം വ്യക്തമാക്കുന്നത്? പേഴ്സണൽ ബയോഗ്രഫിയും ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്ട്രക്ചറൽ കണ്ടീഷൻ ഇവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ആരുടെ തിയറി സഹായകമായി? ഈ മിൽഫിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. It emphasizes understanding social realities through the lived experience of marginalized group. മാത്രമല്ല സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ സോഷ്യൽ റിയാലിറ്റി പറഞ്ഞാൽ എന്താ? സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അവയെ മനസ്സിലാക്കുന്നതിലൂടെ ഈ ഓരോ സമൂഹത്തിൻ്റെയും വിഭാഗങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ ഗ്രൂപ്പിനെയും കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് മനസ്സിലാക്കുന്നതിലൂടെ? സോഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കുന്നതിലൂടെ. സോഷ്യൽ റിയാലിറ്റി പറഞ്ഞാൽ എന്താ? സാമൂഹിക യാഥാർത്ഥ്യം. അപ്പോൾ ആ സോഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കുന്നതിലൂടെ എന്തും മനസ്സിലാക്കാൻ സാധിക്കുന്ന പറയുന്നത് ഓരോ ഗ്രൂപ്പുകളുടെയും അനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും സാധിക്കും. It emphasizes understanding social reality through lived experience of marginalized group. ഓരോ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിൻ്റെയും അനുഭവങ്ങൾ, എക്സ്പീരിയൻസിനെ മനസ്സിലാക്കാൻ ഏതിലൂടെ സാധിക്കും? സോഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് ഇവിടെ ഈ ഒരു മിൽഫിൻ്റെ തിയറിയിലൂടെ വ്യക്തമാക്കി തരുന്നത്. മിൽഫ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറി ആയിരുന്നു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ആ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ രണ്ട് ബന്ധങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. പേഴ്സണൽ ബയോഗ്രഫി വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്ട്രക്ചറൽ കണ്ടീഷൻ. വ്യക്തിപരമായിട്ടുള്ള ബയോഗ്രഫിയെയും അതേപോലെ തന്നെ ചരിത്രപരമായിട്ടും ഘടനാപരമായിട്ടുള്ള സാഹചര്യങ്ങളുടെ ബന്ധമാണ് മിൽഫിലൂടെ വ്യക്തമാക്കുന്നത്. അതേപോലെ സോഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കുന്നതിലൂടെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? മാർജിനലൈസ്ഡ് ഗ്രൂപ്പിൻ്റെ അനുഭവങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഫ്രം ദിസ് വ്യൂ പോയിന്റ് ദളിത് ബയോഗ്രഫി ആൻഡ് ഹിസ്റ്റോറിക് ആർ ഷേപ്ഡ് ബൈ കാസ്റ്റ് ബേസ്ഡ് എക്സ്ക്ലൂഷൻ വിത്ത് ഇന്ത്യൻ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഫ്രം ദിസ് വ്യൂ പോയിന്റ്, ഈ വ്യൂ പോയിന്റിലൂടെ, ഇത്തരത്തിലുള്ള ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ദളിത് ബയോഗ്രഫി ആൻഡ് ഹിസ്റ്റോറീസ് ആർ ഷേപ്ഡ്, അതായത് ദളിത് ബയോഗ്രഫി, അതായത് ഇവിടെ ജീവചരിത്രം, ദളിത് ബയോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? ദളിതരുടെ ജീവചരിത്രത്തെക്കുറിച്ചും ബയോഗ്രഫിയെക്കുറിച്ചും ഹിസ്റ്ററീസിനെ കുറിച്ചും എന്ത് ചെയ്യാൻ കഴിയുന്നു? മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫ്രം ദിസ് വ്യൂ പോയിന്റ്, ഈ വ്യൂ പോയിന്റിലൂടെ നോക്കുമ്പോൾ ദളിതരുടെ ബയോഗ്രഫിയെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും അതേപോലെ തന്നെ കാസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എക്സ്ക്ലൂഷൻ, എക്സ്ക്ലൂഷൻ വിത്ത് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിലെ ഒഴിവാക്കലിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഫ്രം ദിസ് വ്യൂ പോയിന്റ്, ഈ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ദളിതരുടെ ജീവചരിത്രത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ജാതീയപരമായിട്ടുള്ള എക്സ്ക്ലൂഷൻ, വേർതിരിവിനെ കുറിച്ചൊക്കെ ഇന്ത്യൻ സമൂഹത്തിലുണ്ടായിട്ടുള്ള ദളിതർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ കാഴ്ചപ്പാടിലൂടെ കഴിയുന്നു. ആൻഡ് ദെൻ മാത്രമല്ല പ്രൊഡ്യൂസിങ് ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ റിയാലിറ്റി, അതുവഴി സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുന്നു. അതുവഴി എന്തുണ്ടാകുന്നു? പ്രൊഡ്യൂസിങ് ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ റിയാലിറ്റി, സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ബർജർ ആൻഡ് ലുക്മാൻ സോഷ്യോളജി ഓഫ് നോളജ് ആൻഡ് കോൺഷ്യസ്നെസ് ആർ സോഷ്യലി കൺസ്ട്രക്ട് വിത്ത് ദ സ്പെസിഫിക് കണ്ടസ്റ്റ്. ബർഗറും അതേപോലെ തന്നെ ബർഗറും ലക്കുമാനും അവർ രണ്ടാളും മുന്നോട്ട് വെച്ച
ആശയമാണ് എന്ത്? ബർജർ ആൻഡ് ലക്മാൻ സോഷ്യോളജി ഓഫ് നോളജ് ആൻഡ് കോൺഷ്യസ്നസ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് വിത്തിൻ സ്പെസിഫിക് കണ്ടക്സ്റ്റ്. ബർഗറും ലക്മാനും മുന്നോട്ട് വെച്ച ജ്ഞാനത്തിൻ്റെ സമൂഹശാസ്ത്രജ്ഞാനവും ബോധവും പ്രത്യേക സാഹചര്യങ്ങളിൽ സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ബർഗറും ലക്മാനും രൂപീകരിച്ച നോളജിൻ്റെ സമൂഹശാസ്ത്രവും ജ്ഞാനബോധവും ഒക്കെ ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ ബർഗറിൻ്റെയും ലക്മാൻ്റെയും സോഷ്യോളജി ഓഫ് നോളജ് ഒക്കെ രൂപം കൊണ്ടത് എങ്ങനെയാണ്? ഒരു സ്പെസിഫിക് കണ്ടക്സ്റ്റ്, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവർ ഈ തിയറികളൊക്കെ രൂപം കൊടുത്തത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്, Bourdieu ideas of cultural and social capital further explain caste hierarchy. ബോർഡ്യൂവിൻ്റെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ, സാംസ്കാരിക സാമൂഹിക മൂലധനം, സാമൂഹിക മൂലധനത്തെ സംബന്ധിച്ച് ആശയങ്ങൾ ജാതി പദവിക്രമത്തെ വിശദീകരിക്കുന്നു. Bourdieu ideas of cultural and social capital further explain caste hierarchy. ഹൈറാർക്കി എന്നാൽ എന്താണ്? പദവിക്രമം, ശ്രേണി എന്നൊക്കെ പറയും. അപ്പോൾ ആ ജാതിയുടെ ശ്രേണിയെ മനസ്സിലാക്കുന്നത് ബോർഡ്യൂവിൻ്റെ ഏതൊക്കെ ഐഡിയയിലൂടെയാണ്? കൾച്ചറൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ബോർഡ്യൂസ് ഐഡിയാസ് ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ ഫർദർ എക്സ്പ്ലെയിൻ കാസ്റ്റ് ഹൈറാർക്കി. ബോർഡ്യൂവിൻ്റെ ആശയങ്ങളായിട്ടുള്ള കൾച്ചറൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റലിലൂടെ കാസ്റ്റ് ഹൈറാർക്കി, ജാതി ശ്രേണിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പർ കാസ്റ്റ് അക്കുമുലേറ്റ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ ഡ്യൂ ടു ദെയർ സ്ട്രക്ചറൽ ലൊക്കേഷൻ, enable them to dominate knowledge production and social power. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതി, അതല്ലെങ്കിൽ മുകളിലുള്ള ജാതികൾ നിലകൊള്ളുന്ന ജാതികൾക്ക് അവരുടെ ഘടനാപരമായ സ്ഥാനത്തിൻ്റെ ഫലമായി സാംസ്കാരികവും സാമൂഹികമായ മൂലധനം നൽകുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പർ കാസ്റ്റ് അക്കുമുലേറ്റ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ ഡ്യൂ ടു ദിയർ സ്ട്രക്ചറൽ ലൊക്കേഷൻ, എനേബിൾ ദം ടു ഡോമിനേറ്റ് നോളജ് പ്രൊഡക്ഷൻ ആൻഡ് സോഷ്യൽ പവർ. അപ്പോൾ ഒരു ശ്രേണി തരത്തിൽ അപ്പർ കാസ്റ്റ് ആയിരിക്കുമ്പോഴാണ് അവിടെ കൾച്ചറൽ ആയാലും സോഷ്യൽ ക്യാപിറ്റൽ ആയാലും ഒക്കെ അത് ആരിലേക്ക് എത്തിപ്പെടുന്നു എന്നാണ് പറയുന്നത്? ഒരു ഉയർന്ന ജാതിയിലേക്കാണ് അത് എത്തിപ്പെടുന്നത്. മാത്രല്ല അവിടെ അവരുടെ സാമൂഹിക ശക്തിയായിട്ടാണ് എന്ത് മാറുന്നത്? ഈ അപ്പർ കാസ്റ്റിൻ്റെ അപ്പർ കാസ്റ്റിലേക്ക് ഒതുങ്ങുകയാണ് എന്ത് ചെയ്യുന്നത്? കൾച്ചറൽ ആയാലും സോഷ്യൽ ക്യാപിറ്റൽ ആയാലും അതൊക്കെ ആരിലേക്ക് ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്? അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതിയിലേക്ക് മാറുകയും മാത്രമല്ല ഇൻ കോൺട്രാക്സ്റ്റ് ദളിത് ഫേസ് സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷൻ ഫ്രം ഫോംസ് ഓഫ് ക്യാപിറ്റൽ. മാത്രമല്ല പിന്നെന്താ പറയുന്നത്? ദളിതുകൾ ഈ മൂലധനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ ആയാലും കൾച്ചറൽ ക്യാപിറ്റൽ ആയാലും അതിലൊക്കെ ആരുടെ ശക്തിയാണ് നിലനിൽക്കുന്നത്? സോഷ്യൽ പവറാണ് നിലനിൽക്കുന്നത്, അപ്പർ കാസ്റ്റിൻ്റെ. ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ആയാലും അതെ സോഷ്യൽ ക്യാപിറ്റൽ ആയാലും നോളജ് പ്രൊഡക്ഷൻ ആയാലും അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? അപ്പർ കാസ്റ്റ് ആണ്. മാത്രമല്ല ഈ മൂലധന ശ്രേണിയിൽ നിന്നൊക്കെ ആര് എക്സ്ക്ലൂഷൻ ചെയ്യപ്പെടുന്നു? ദളിത് വിഭാഗങ്ങൾ, ദളിത് ഫേസ് സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷൻ ഫ്രം ദ ഫോംസ് ഓഫ് ക്യാപിറ്റൽ. ഫോംസ് ഓഫ് ക്യാപിറ്റലിൽ നിന്നൊക്കെ ദളിതർ എക്സ്ക്ലൂഷൻ പുറന്തള്ളപ്പെടുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയണേ, thus the Dalit perspective critique dominant knowledge system and highlight caste-based inequality, exclusion and the need to center Dalit experience in sociological analysis. അതുകൊണ്ട് തന്നെ ദളിത് പെർസ്പെക്റ്റീവ്, ദളിത് കാഴ്ചപ്പാടിൽ എന്താണ് വിമർശിക്കുന്നത്? ക്രിറ്റിക് ഡോമിനൻ്റ് നോളജ് സിസ്റ്റം ആൻഡ് ഹൈലൈറ്റിംഗ് കാസ്റ്റ് ബേസ്ഡ്. അപ്പോൾ ദളിത് കാഴ്ചപ്പാടിൽ എന്തിനെ വിമർശിക്കുന്നു? ഡോമിനൻ്റ് നോളജ്, അതായത്
ജാതി അധിഷ്ഠിതമായ ഡോമിനൻ്റ് ആയിട്ടുള്ള അറിവിനെയും കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്നീക്വാലിറ്റിയെയും എക്സ്ക്ലൂഷനെയും ഒക്കെ ദളിത് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നു? വിമർശിക്കുന്നു. മാത്രമല്ല കേന്ദ്ര സ്ഥാനത്ത് എന്ത് കൊണ്ടുവരണം? ദ നീഡ് ടു സെൻറ്റർ ദളിത് എക്സ്പീരിയൻസ് ഇൻ സോഷ്യോളജിക്കൽ അനാലിസിസ്. അതായത് ദളിതരുടെ അനുഭവങ്ങളാണ് സോഷ്യോളജിയിൽ അനലൈസ് ചെയ്യേണ്ടത് എന്നാണ് ഏതിലൂടെ പറയുന്നത്? ഈ ഒരു ദളിത് പെർസ്പെക്റ്റീവിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് എന്താണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്? ഡോമിനൻ്റ് നോളജ് സിസ്റ്റം ആൻഡ് ഹൈലൈറ്റ് കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റി എക്സ്ക്ലൂഷൻ. ദളിത് പെർസ്പെക്റ്റീവ് ഡോമിനൻ്റ് നോളജിനെയും കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഇക്വാലിറ്റിയെയും എക്സ്ക്ലൂഷനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? വിമർശിക്കുന്നു. എന്നിട്ട് എന്താണ് നമുക്ക് ആവശ്യം? ദ നീഡ് ടു സെൻറ്റർ ദളിത് എക്സ്പീരിയൻസ് ഇൻ സോഷ്യോളജിക്കൽ അനാലിസിസ്. സോഷ്യോളജിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ അവിടെ ആരുടെ അനുഭവമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ദളിത് എക്സ്പീരിയൻസ്. സോഷ്യോളജിക്കലി അനാലിസിസ് ചെയ്യുമ്പോൾ ദളിത് എക്സ്പീരിയൻസ്, ദളിതരുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അതിനെ കേന്ദ്ര ബിന്ദുവാക്കുക. അതല്ലാതെ ഡോമിനൻ്റ് നോളജിനെയും കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റിയെയും എക്സ്ക്ലൂഷനെയും ദളിത് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്തു? ക്രിറ്റിസൈസ് ചെയ്തു. എന്നിട്ട് ആ ദളിത് സിസ്റ്റത്തിൻ്റെ ആ അവസ്ഥയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ദളിത് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദളിതർ എവിടെയാണ് നിലനിന്നിരുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. വർണ്ണ സിസ്റ്റമാണിത്. വർണ്ണ സിസ്റ്റം എന്ന് പറയുമ്പോൾ 4 വർണ്ണങ്ങൾ ആദ്യം: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിൻ്റെ താഴെയാണ് ആരെ? എക്സ് അൺടച്ചബിൾ. എക്സ് അൺടച്ചബിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ദളിത്. എക്സ് അൺടച്ചബിൾ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ആരാണ്? ദളിത്. അപ്പം ഈ 4 വർണ്ണത്തിനും താഴെയായിട്ടാണ് ആര് നിലകൊള്ളുന്നത്? ദളിതര് നിലകൊള്ളുന്നത്. ഈ ഒരു അവസ്ഥ മാറിയിട്ട് ദളിതരുടെ അനുഭവങ്ങളാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നാണ് ഏത് വ്യൂവിൽ പറയുന്നത്? ദ തിയറിറ്റിക്കൽ റാഷണൽ ഓഫ് ദ ദളിത് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേജ് നമ്പർ 103 പറയുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഷോർട്ടായി എഴുതിയിട്ടിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളും അതിൽ വരുന്ന പ്രധാന ചിന്തകന്മാരേനെയും നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് ഈ ഒരു യൂണിറ്റിൽ എടുക്കാനുള്ളത് ദളിത് പെർസ്പെക്റ്റീവിൻ്റെ ബുക്ക് വ്യൂവും ഫീൽഡ് വ്യൂവും, പിന്നെ അതേപോലെ തന്നെ ദളിത് സൊസൈറ്റിയെ അണ്ടർസ്റ്റുഡ് ചെയ്യുക, മനസ്സിലാക്കുകയും, അങ്ങനെ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും കൂടിയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു തിയറിറ്റിക്കൽ റാഷണൽ ഓഫ് ദ ദളിത് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് വരയ്ക്കും ചെയ്യുക കേട്ടോ. ഓക്കെ. ഹായ് കുട്ടികളെ, നമ്മളിന്ന് ദളിത് പെർസ്പെക്റ്റീവ് എന്ന ഈ യൂണിറ്റിലെ അടുത്ത ടോപ്പിക്കിലേക്കാണ്, നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ശ്രദ്ധിക്കുക. ദളിത് പെർസ്പെക്റ്റീവ് എക്സിസ്റ്റിംഗ് റിയാലിറ്റി ആൻഡ് ബുക്ക് വ്യൂ എബൌട്ട് ദ ദളിത്. ദളിത് കാഴ്ചപ്പാടുകൾ അതിൻ്റെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് ഏതിലൂടെയാണ്? ബുക്ക് വ്യൂ. ബുക്ക് വ്യൂ പറഞ്ഞാൽ എന്താണ്? പുസ്തക കാഴ്ചപ്പാടുകളിലൂടെ. അതായത് നമുക്ക് ഒരുപാട് പുണ്യഗ്രന്ഥങ്ങളുണ്ട്, മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ആ ഗ്രന്ഥങ്ങളിലൂടെയാണ് അപ്പം അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ്, അതാണ് ബുക്ക് വ്യൂ എന്ന് പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ആ ബുക്ക് വ്യൂവിലൂടെ ദളിത് പെർസ്പെക്റ്റീവിനെ അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദളിത് പെർസ്പെക്റ്റീവ് എക്സിസ്റ്റിംഗ് റിയാലിറ്റി ആൻഡ് ബുക്ക് വ്യൂ എബൌട്ട് ദ ദളിത്. അതായത് ദളിത് കാഴ്ചപ്പാടിനെ ബുക്ക് വ്യൂവിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക. അതിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് നമ്മൾ, അതായത് പേജ് നമ്പർ 105, 106 പേജുകളിലായിട്ടാണ് ഈ ഒരു ടോപ്പിക് ഉള്ളത്. 105 to 106 അതിൽ വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ദ ദളിത് പെർസ്പെക്റ്റീവ് ആർഗ്യൂ ദാറ്റ് ദ ബുക്ക് വ്യൂ ഓഫ് കാസ്റ്റ് സിസ്റ്റം സേസ് ദാറ്റ് ദർ ആർ ഓൺലി 4 വർണ്ണാസ് ആൻഡ് മനുസ്മൃതി. The Dalit perspective argue that the book view of caste system says there are only 4 varnas and Manusmriti.
അതായത് ദളിത് പെർസ്പെക്റ്റീവിനെ കുറിച്ചുള്ള ബുക്ക് വ്യൂ, പുസ്തക കാഴ്ചപ്പാട് 4 വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും മനുസ്മൃതി 5ാമത്തെ വർണ്ണം എന്നത് ഉണ്ടാകുന്നില്ല എന്നും വാദിക്കുന്നു. അപ്പൊ മനുസ്മൃതി എന്താ വാദിക്കുന്നത്? ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. 4 വർണ്ണാണ്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതാണ് 4 വർണ്ണങ്ങൾ. അതിനപ്പുറത്തേക്കുള്ള 5ാമത്തേതാണ് ദളിത് എന്ന് ടീച്ചർ ഇത് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ മനുസ്മൃതി പറയാണ്, മനുസ്മൃതി പ്രകാരം എന്താ പറയുന്നത്? 5ാമത്തെ വർണ്ണം എന്നൊരു വർണ്ണം ഇവിടെ ഇല്ല. അപ്പൊ എന്താ ഇവിടെ ദളിത് പെർസ്പെക്റ്റീവിന്റെ ബുക്ക് വ്യൂവിൽ പറയുന്നത്? ദളിത് പെർസ്പെക്റ്റീവ് ആർഗ്യൂ ദാറ്റ് ബുക്ക് വ്യൂ ഓഫ് കാസ്റ്റ് സിസ്റ്റം says that there are only 4 varna and Manusmriti argue that there cannot be 5th. മനുസ്മൃതി പ്രകാരം ദളിത് പെർസ്പെക്റ്റീവിന്റെ ബുക്ക് കാഴ്ചപ്പാടിലൂടെ മനുസ്മൃതി പ്രകാരം 4 വർണ്ണങ്ങൾ മാത്രമേ നിലകൊള്ളുന്നുള്ളൂ, 5ാമതായിട്ടൊരു വർണ്ണം നിലനിൽക്കുന്നില്ല എന്നാണ്. അതായത് ദളിത് എന്നൊരു വിഭാഗം നിലനിൽക്കുന്നില്ല എന്നാണ് മനുസ്മൃതി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവിന്റെ ബുക്ക് വ്യൂവിലൂടെ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? 4 വർണ്ണാസ്, 4 വർണ്ണങ്ങൾ മാത്രമേ നിലകൊള്ളുന്നുള്ളൂ. മനുസ്മൃതി പ്രകാരം 5ാമതൊരു വർണ്ണം നിലനിൽക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. Further question is raised as to whether Dalit have been categorized as 5th varna by sociologists and anthropologists like Gure and Dumont. 1979 അതേപോലെ പേജ് അദ്ദേഹത്തിൻ്റെ 1979 ഗുറേയും ഡുമോണ്ട് എന്നാ പറയുന്നത് 1999 എന്താണ് പറയുന്നത്? അതിനാൽ further question is raised as to whether Dalit have been categorized as 5th varna. അതായത് അതിനാൽ ദളിതരെ എങ്ങനെ 5ാമത്തെ വർണ്ണമായി വർഗീകരിച്ചു എന്ന ചോദ്യം ഉയർന്നു വന്നു. ഫർദർ ക്വസ്റ്റ്യൻ ഈസ് റൈസ്ഡ് as to whether Dalit have been categorized as 5th വർണ്ണ. 5ാമത്തെ ഒരു വർണ്ണമായിട്ട് എങ്ങനെയാണ് ദളിതരേനെ കാറ്റഗറൈസ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നു. മനുസ്മൃതി അംഗീകരിക്കുന്നില്ല, 5ാമതൊരു വർണ്ണമായിട്ട് ദളിതരുണ്ട് എന്ന് മനുസ്മൃതി അംഗീകരിക്കുന്നില്ല. മനുസ്മൃതി ആർഗ്യൂസ് ദാറ്റ് ദർ കനോട്ട് ബി 5th. 5ാമത് 4 വർണ്ണങ്ങളേ ഉള്ളൂ, സൊസൈറ്റിയിൽ 4 വർണ്ണേ ഉള്ളൂ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അങ്ങനെ 4 വർണ്ണാസുകളേ ഉള്ളൂ. അതല്ലാതെ 5ാമതായിട്ടൊരു വർണ്ണമില്ല എന്നാണ് ഏതിലൂടെ പറയുന്നത്? ബുക്ക് വ്യൂവിലൂടെ മനുസ്മൃതി പറയുന്നത്. അതാണ് ബുക്ക് വ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. അതിനാൽ ദളിതരെ എങ്ങനെ 5ാമത്തെ വർണ്ണമായി അംഗീകരിച്ചു എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. അതേപോലെ തന്നെ ഗുറേയും 1979 ഗുറേയും 1999 ഡൂമോണ്ടും തുടങ്ങിയ സാമൂഹ്യ ശാസ്ത്രജ്ഞരും മാനവശാസ്ത്രജ്ഞരും നരവംശ ശാസ്ത്രജ്ഞരും ആന്ത്രോപോളജിസ്റ്റ് ആരാണ് ആന്ത്രോപോളജിസ്റ്റ്? നരവംശ ശാസ്ത്രജ്ഞർ. അപ്പോൾ ഗുറേയും ഡൂമോണ്ടിനെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. they point out the problem arise within the scheme of Hindu social order. ഹിന്ദു വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ പ്രോബ്ലം ഉണ്ടായതായിട്ടാണ് ആര് വാദിക്കുന്നത്? ഗുറെ ആൻഡ് ഡൂമോണ്ട് വാദിക്കുന്നത്. അപ്പോൾ 5ാമതായിട്ടൊരു വർണ്ണം നിലനിൽക്കുന്നില്ല എന്നാണ് ദളിത് പെർസ്പെക്റ്റീവിൻ്റെ മനുസ്മൃതിയിലൂടെ വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫുകൾ നോക്കൂ, ശ്രദ്ധിക്കുക. The Dalit perspective critically examining the Hindu social order based on വർണ്ണാശ്രമ ധർമ്മ. അതായത് വർണ്ണാശ്രമധർമ്മ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള
ഹിന്ദു സാമൂഹിക ക്രമത്തെ ദളിത് പേഴ്സ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നു? വിമർശനാത്മകമായി വിലയിരുത്തുന്നു. ദ ദളിത് പേഴ്സ്പെക്റ്റീവ് ക്രിറ്റിക്കലി എക്സാമിൻ ദ ഹിന്ദു സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ വർണ്ണാശ്രമധർമ്മ. വർണ്ണാശ്രമധർമ്മ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദു സാമൂഹിക ക്രമത്തെ ദളിത് പേഴ്സ്പെക്റ്റീവ് വിമർശനാത്മകമായി വിലയിരുത്തുന്നു. ദളിത് പേഴ്സ്പെക്റ്റീവ് ക്രിറ്റിക്കലി എക്സാമിൻ ദ ഹിന്ദു സോഷ്യൽ ഓർഡർ. ഹിന്ദു സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ വർണ്ണാശ്രമധർമ്മ. അപ്പോൾ ഈ വർണ്ണാശ്രമധർമ്മം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക ക്രമത്തെ ദളിത് പേഴ്സ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നു? വിമർശനാത്മകമായി വിലയിരുത്തുന്നു. ക്രിറ്റിക്കലി എക്സാമിൻ. സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 വർണ്ണ. സമൂഹത്തെ 4 വർണ്ണങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. And the first 3 varnas are allowed to follow 4 ആശ്രമ അഥവാ ഡ്യൂട്ടീസ്. എന്താണ് പറയുന്നത്? അപ്പോൾ ഹിന്ദു സമൂഹത്തെ, ഹിന്ദു സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 വർണ്ണാസ്: ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ആൻഡ് ഓൺലി ദ ഫസ്റ്റ് 3 വർണ്ണ, ആദ്യത്തെ 3 വർണ്ണവും എന്താണ് ഫോളോ ചെയ്യുന്നത്? ആശ്രമ. പറഞ്ഞാൽ എന്താ? ഡ്യൂട്ടീസ്, ധർമ്മം. അപ്പോൾ സമൂഹത്തിലെ 4 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈ 4 വർണ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇവയിൽ ആദ്യത്തെ 3 വർണ്ണങ്ങളും എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഡ്യൂട്ടീസ്, ആശ്രമത്തിനാണ്. ആശ്രമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടീസ്, ധർമ്മം ആരാണ് നിലനിർത്തേണ്ടത്? പുരുഷൻ. അപ്പോൾ ഈ 3 വർണ്ണങ്ങളും ഫോളോ ചെയ്യേണ്ടത് ആശ്രമ അഥവാ ഡ്യൂട്ടീസാണ്. ധർമ്മം നിലനിർത്തണം, ധർമ്മം നിറവേറ്റണം എന്നതാണ്. ആ 4 വർണ്ണൻ്റെ 3 വർണ്ണങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്, എന്ത് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്? ആശ്രമ ഓർ ഡ്യൂട്ടി, അവരുടെ ധർമ്മം നിറവേറ്റേണ്ടതാണ്. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? ദ ദളിത് പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ ദ ഫ്രെയിം വർക്ക് ബൈ ആസ്ക് if Dalit are considered a 5th varna which ashrama and dharma apply to them. Mainstream sociology, it argues, has failed to provide objective answers to this contradiction. അതേപോലെ തന്നെ ഈ പശ്ചാത്തലത്തിൽ ദ ദളിത് പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ ദീസ് ഫ്രെയിംവർക്ക് ബൈ ആസ്കിങ് if Dalit are considered a 5th varna which ashrama and dharma apply to them. Mainstream sociology, it argues, has failed to provide objective answers to this contradiction. ഈ പശ്ചാത്തലത്തിൽ ദളിതരെ 5ാമത്തെ വർണ്ണമായി കണക്കാക്കുന്നുവെങ്കിൽ അവർ ഏത് ആശ്രമവും ഏത് ധർമ്മവുമാണ് അനുസരിക്കേണ്ടത് എന്ന ചോദ്യം ഉയർന്നു വന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സാധാരണ കേസിൽ സമൂഹം 4 ആയിട്ടാണ് തിരിച്ചിരുന്നത്: ക്ഷത്രിയ, വൈശ്യ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിലെ മൂന്ന് വർണ്ണാസും എന്താ ഫോളോ ചെയ്യുന്നത്? ആശ്രമ ഓർ ഡ്യൂട്ടി, ധർമ്മമാണ് ഫോളോ ചെയ്യുന്നത്. പിന്നീട് പറയണേ ദളിത് പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ ദിസ് ഫ്രെയിംവർക്ക് ബൈ ആസ്കിങ് ഇഫ് ദളിത് ആർ കൺസിഡേർഡ് എ 5th വർണ്ണ വിച്ച് ആശ്രമ ആൻഡ് ധർമ്മ അപ്ലൈ ടു ദം. അതായത് ഈ പശ്ചാത്തലത്തിൽ ദളിതരെ 5ാമത്തെ വർണ്ണമായി കണക്കാക്കുന്നുവെങ്കിൽ ഏത് ആശ്രമവും ഏത് ധർമ്മവുമാണ് അവർ അനുസരിക്കേണ്ടത്? എന്താണ് അവിടെ ക്വസ്റ്റ്യൻ? 5ാമതായിട്ട് ദളിതരെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ്, ഏത് ആശ്രമവും ഏത് ധർമ്മമാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ദളിത് പെർസ്പെക്റ്റീവിൽ ഉയർന്നു വന്നു. It argues has failed to provide objective answers to the contradiction. ഈ വൈരുദ്ധ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നതിൽ സമൂഹശാസ്ത്രം പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു ചോദ്യത്തിന് ദളിതരെ 5ാമത്തെ വർണ്ണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ ഏത് ആശ്രമവും ഏത് ധർമ്മവുമാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നു.
പക്ഷെ അതിനൊരു വ്യക്തമായ ഉത്തരം ആർക്ക് തരാൻ സാധിച്ചില്ല. മെയിൻ സ്ട്രീം സോഷ്യോളജി ഇറ്റ് ആർഗ്യൂസ് ഹാസ് ഫെയിൽഡ് ടു പ്രൊവൈഡ് ഒബ്ജക്റ്റ് ആൻസേഴ്സ് ടു ദീസ് കോൺട്രഡിക്ഷൻ. ഇതിന് വ്യക്തമായൊരു ഉത്തരം സോഷ്യോളജിക്ക് തരാൻ സാധിച്ചില്ല. അത് സോഷ്യോളജിയുടെ പരാജയമായിട്ടാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ദളിതരെ അഞ്ചാമത്തെ വർണ്ണമായിട്ട് കാണുന്നില്ല. ഇനി കാണുകയാണെങ്കിൽ മനുസ്മൃതി കാണുന്നില്ല. ഇനി അഥവാ കാണുകയാണെങ്കിൽ തന്നെ അവർ ഏത് ആശ്രമവും ഏതു ധർമ്മവുമാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. പക്ഷേ അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ സോഷ്യോളജിക്ക് തരാൻ സാധിച്ചില്ല. അത് സോഷ്യോളജിയുടെ അതായത് പരാജയമായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ദെൻ this perspective also highlights that although Dalits have historically struggled to assert that they are outside the Hindu social order with an independent status, അതായത് ദളിതർ ഹിന്ദു സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമല്ലെന്നും അവർക്ക് വേറിട്ടതും സ്വതന്ത്രവുമായ നിലയുണ്ടെന്നും തെളിയിക്കാൻ അവർ ദീർഘകാലം നടത്തിയ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടും സോഷ്യോളജിസ്റ്റുകൾ അവരെ ഹിന്ദു സാമൂഹിക ക്രമത്തിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയതായി ദളിത് പേഴ്സ്പെക്റ്റീവ് വിമർശിക്കുന്നു. അപ്പോൾ ദളിത് സമൂഹം എന്താ പറയണത്? ദളിതർ ഒരു ഹിന്ദു സോഷ്യൽ ഓർഡർ, ഹിന്ദു സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമല്ലെന്നും അവർക്ക് വേറിട്ടതും സ്വതന്ത്രവുമായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവർക്ക് വേറിട്ടതും സ്വതന്ത്രമായ സ്റ്റാറ്റസ് ഉണ്ടെന്നും തെളിയിക്കാൻ അവർ ദീർഘകാലം നടത്തിയ പോരാട്ടങ്ങൾ ഉണ്ടായിട്ട് പോലും സമൂഹശാസ്ത്രജ്ഞർ അവരെ എന്തിൽ ഉൾപ്പെടുത്തി? ഹിന്ദു സാമൂഹിക ക്രമത്തിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയതായിട്ടാണ് ഏത് ചൂണ്ടിക്കാണിക്കുന്നത്? ദളിത് പേഴ്സ്പെക്റ്റീവ് വിമർശിക്കുന്നത്. അപ്പോൾ ദളിത് പേഴ്സ്പെക്റ്റീവ് എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ഹിന്ദു സോഷ്യൽ ഓർഡർ, അതായത് ഒരു ഹിന്ദു സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമല്ല എന്ന് ദളിതർ വാദിക്കുമ്പോഴും അവരേനെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ എന്തിലെന്നെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്? ഹിന്ദു സാമൂഹിക ക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാണ് ദളിത് പേഴ്സ്പെക്റ്റീവ് വാദിക്കുന്നത്. ദളിതര് ഹിന്ദു സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമല്ലെന്നും അവർക്ക് വേറിട്ടതും സ്വതന്ത്രമായിട്ടുള്ളൊരു സ്റ്റാറ്റസ് നിലയുണ്ടെന്നും തെളിയിക്കാൻ അവർ ദീർഘകാലം പോരാട്ടങ്ങൾ ഉണ്ടായിട്ട് പോലും സോഷ്യോളജിസ്റ്റുകൾ അവരേനെ എന്തിലെന്നെ ഉൾപ്പെടുത്തി? ഹിന്ദു സാമൂഹിക ക്രമത്തിൽ ഉൾപ്പെടുത്തിയതായിട്ടാണ് ദളിത് പേഴ്സ്പെക്റ്റീവ് വിമർശിക്കുന്നത്. അപ്പോൾ ഒരു ഹിന്ദു സാമൂഹിക ക്രമത്തിൽ തങ്ങളെ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് അവർ നിരവധി പോരാട്ടങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും സോഷ്യോളജിസ്റ്റുകൾ അവരേനെ ഏതിലെന്നെ ഉൾപ്പെടുത്തുക ചെയ്തത്? ഹിന്ദു സാമൂഹിക ക്രമത്തിൽ, ഹിന്ദു സോഷ്യൽ ഓർഡറിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് ദളിത് പേഴ്സ്പെക്റ്റീവ് ആരെ വിമർശിക്കുകയാണ്? സോഷ്യോളജിസ്റ്റുകളെ വിമർശിക്കുന്നു. ആൻഡ് ദെൻ sociologists have continued to include them within it. Hence, the Dalit perspective raises fundamental question about whether the Hindu social order is a social construct or a lived reality. അതിനാൽ ഹിന്ദു സാമൂഹിക ക്രമം ഒരു സാമൂഹിക നിർമ്മിതിയോ യാഥാർത്ഥ്യമോ ആണെന്നും അതിൽ ദളിതരെ ഉൾപ്പെടുത്തുന്നത് ഒരു അക്കാദമിക് സമീപനമാണോ രാഷ്ട്രീയ പ്രയോഗമാണോ എന്നും ദളിതര് ചോദ്യം ചെയ്തു. അപ്പോൾ എന്താണ് പറയുന്നത്? ഹിന്ദു സോഷ്യൽ ഓർഡർ അഥവാ ഹിന്ദു സാമൂഹിക ക്രമം ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണോ, ഒരു സാമൂഹിക നിർമ്മിതിയാണോ, അതൊരു ഫണ്ടമെൻ്റൽ ആണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു വരികയും പക്ഷേ ഈ ദളിതരെ ഉൾപ്പെടുത്തുന്നത് ഒരു അക്കാഡമിക് അപ്രോച്ചാണോ, അക്കാഡമിക് സമീപനമാണോ, അതോ പൊളിറ്റിക്കൽ സമീപനമാണോ എന്ന ഒരു ചോദ്യവും ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ദളിതരേനെ ഹിന്ദു സാമൂഹിക ക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്താണോ എന്നാ ചോദിക്കുന്നത്? ഒരു സാമൂഹിക നിർമ്മിതിയായിട്ടോ റിയാലിറ്റി കൺസ്ട്രക്ഷൻ, സോഷ്യൽ കൺസ്ട്രക്ഷൻ ആയിട്ടോ റിയാലിറ്റി ആയിട്ടോ ഫണ്ടമെൻ്റൽ ആയിട്ടോ ആണോ എന്ന ഒരു ചോദ്യവും, മാത്രമല്ല അവരേനെ ഉൾപ്പെടുത്തുന്നത് ഒരു അക്കാദമിക് ഇൻ്റർപ്രറ്റേഷൻ അഥവാ അക്കാദമിക് പ്രയോഗമാണോ അഥവാ അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രയോഗമാണോ എന്നൊരു ചോദ്യവും ഉയർന്നു വന്നിരുന്നു. അപ്പോൾ
ഇതാണ്. അപ്പോൾ ദളിതർക്ക് ഹിന്ദു സമൂഹത്തിലേക്കിൻ്റെ ഭാഗമാകാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, ദളിതർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ സോഷ്യോളജിസ്റ്റുകളാണ് ദളിതരേനെ ഏതിൻ്റെ ഭാഗമാക്കി മാറ്റിയത്? ഹിന്ദു സമൂഹത്തിൻ്റെ, ഹിന്ദു സോഷ്യൽ ഓർഡറിലേക്ക് മാറ്റിയത്. അതുകൊണ്ടാണ് ദളിതർ എന്ത് പറയണത്? 4 വർണ്ണാസാണുള്ളത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ 4 വർണ്ണങ്ങളേ ഉള്ളൂ. മനുസ്മൃതി ഒരിക്കലും എന്ത് അംഗീകരിക്കുന്നില്ല? 5ാമത്തെ വർണ്ണമായിട്ട് ദളിതരേനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ബട്ട് സോഷ്യോളജിസ്റ്റുകളാണ് ദളിതരേനെ ഏതിൻ്റെ ഭാഗമാക്കിയത്? ഹിന്ദു സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമാക്കിയത്. എന്തിനു വേണ്ടി? അക്കാഡമിക് ഇൻ്റർപ്രിറ്റേഷൻ ആയിട്ടോ പൊളിറ്റിക്കൽ എക്സസൈസ് ആയിട്ടോ ഒക്കെ സോഷ്യോളജിസ്റ്റുകളാണ് ദളിതരേനെ ഏതിൻ്റെ ഭാഗമാക്കിയത്? ഹിന്ദു സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമാക്കിയത് എന്ന് ദളിതർ എന്ത് ചെയ്യാണ്? ക്രിറ്റിസൈസ് ചെയ്യുന്നു, വിമർശിക്കുന്നു. ഏത് വ്യൂവിലൂടെ? ദളിത് പെർസ്പെക്റ്റീവ് എന്ന വ്യൂവിലൂടെ, അല്ലെങ്കിൽ ബുക്ക് വ്യൂവിലൂടെ ദളിതർ എന്ത് ചെയ്യാണ്? അവരെ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമാക്കിയത് സോഷ്യോളജിസ്റ്റുകളാണ് എന്ന് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ദളിത് പെർസ്പെക്റ്റീവിൻ്റെ ബുക്ക് വ്യൂവിൽ പഠിക്കാനുള്ളത് കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫീൽഡ് വ്യൂവാണ്. ഫീൽഡ് വ്യൂ പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രദേശങ്ങളിൽ നിന്നുള്ള, ഫീൽഡിൽ നിന്നുള്ള കാഴ്ചപ്പാട്. അപ്പോൾ നമുക്ക് എന്താണ് ഫീൽഡ് വ്യൂവിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ.